all, and thank you, KGMO, for this academic session, and thank you for inviting me for this. I'm Dr. Ajit. I'm actually working at Caritas Hospital as a senior consultant and of emergency medicine, along with Chief Operating Officer and Group Head of Caritas. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സെഷനിൽ we have talked about advanced trauma management, and that we were able to complete ഒരു quarter or 30% of that. I'll just refresh it പെട്ടെന്ന് അവിടം വരെ എത്തിക്കാം, probably within 5 minutes or 10 minutes, so that we'll start off from where we left. We basically started with a case, and basically either trauma ആണെങ്കിലും it is about time management, because most of the trauma that comes to ED ഒരു sympathetic response എപ്പോഴും ഉണ്ടാവും, and because of this sympathetic response and because of this adrenaline rush that is happening, we may feel that vitals are stable, we may feel that things are comfortable, but when things goes bad, everything goes bad very fast. So it is important that time is a big thing, and it is important that we take clues from that and manage it effectively, because most of the time we are managing with a big question mark. So trauma management, it's something about ഞാൻ initial part നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് പോണത്. If there is any doubts anyone wants to ask, feel free to ask in between. So in trauma management, these are the 7 points that we normally think about. Basic preparation, and either trauma patient it is important that we get prepared properly. Then whenever trauma patient comes in, the proper triaging is important. At triaging, there are different triage platforms. അത് ഏതെങ്കിലും ഒരു മെത്തഡോളജി യൂസ് ചെയ്ത് ട്രയാജ് ചെയ്യാൻ പറ്റണം. ആ ട്രയാജ് ചെയ്യുമ്പോൾ മെക്കാനിസം ഓഫ് ഇഞ്ചുറി, എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതും ക്ലിയർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. Then there is something called as primary survey. Primary survey നമ്മൾ ഫോക്കസ് ചെയ്യണത് is always about physiology correction ആണ്. Then resuscitation, primary surveyയിൽ unstable physiology ഉണ്ടെങ്കിൽ അത് resuscitate ചെയ്യുക, അത് reevaluate ചെയ്യുക. Then secondary survey is about pathology evaluation and pathology correction. Then you monitor the things, reevaluate and transfer to definitive care. So ഇത്രയും 7 സീക്വൻസി കൂടെയാണ് നോർമലി നമ്മുടെ ഒരു പ്രൈമറി മാനേജ്മെന്റ്സ് പോവാറുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് എപ്പോഴും ഈ 3 കീ ആയിട്ട് എപ്പോഴും വരാറ്. ട്രയാജ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൈമറി അസസ്മെന്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, സെക്കൻഡറി അസസ്മെന്റും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് വൺ ആഫ്റ്റർ അതർ ആയിരിക്കണം എപ്പോഴും ഓർക്കുന്നത്. കാരണം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നമ്മൾ ഒരു സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കണം. പിന്നെ അതുകൂടാണ്ട് ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വെനെവർ യു കണ്ടിന്യൂ ദ റീസസ്റ്റേഷൻ, നമ്മൾ പേഷ്യൻസിനെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും നമ്മൾ കറക്റ്റായിട്ട് പ്രൈമറി സർവേ ചെയ്യാനും അതിൻ്റെ ഒപ്പം പ്രൈമറി സർവേ ചെയ്ത് തീർക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഫിസിയോളജി അൺസ്റ്റേബിൾ ആണെങ്കിൽ അത് റീസസ്റ്റേറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദെൻ ഏത് ട്രോമയാണെങ്കിലും നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഒരിക്കലും വിട്ടുപോകരുത്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്, ഗ്ലൗസ്, മാസ്ക്, എക്യുപ്മെന്റ് ചെക്സ്, ഇത് ഓൾ പാർട്ട് ഓഫ് ദ തിങ്. ട്രയാജിനകത്തേക്ക് അധികം പോകുന്നില്ല, ബിക്കോസ് യു ഓൾ നോ വാട്ട് ട്രയാജസ് ആൻഡ് ഇൻ ഡീറ്റെയിൽ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ട്രയാജ് ഇസ് നെവർ 100% കറക്റ്റ്. ട്രയാജ് എപ്പോഴും ദർ ഇസ് എ കോൺസിക്വൻസ് ഉണ്ടാവാറുണ്ട് ട്രയാജിന്, ബട്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഡു എ ട്രയാജിങ്. ആൻഡ് വെനെവർ യു ഫീൽ ആഫ്റ്റർ ട്രയാജിങ്, ചില സമയത്ത് നമുക്ക് പേഷ്യന്റ് ഉള്ളിൽ കയറി നമ്മൾ പേഷ്യന്റ് ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്തപ്പോൾ സ്റ്റേബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ ട്രയാജ് ചെയ്യാം. അതേപോലെ ഡൗൺ ട്രയാജ് ചെയ്ത് ഇപ്പോൾ ഒരു ഗ്രീനിൽ കിടക്കുന്ന പേഷ്യന്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അൺസ്റ്റേബിൾ ആയിട്ട് തോന്നിയാൽ നമുക്ക് എപ്പോഴും അപ്പ് ട്രയാജ് ചെയ്യാം. സോ ട്രയാജ് ഇസ് ഓൾവേസ് ഡൈനമിക്. അപ്പം അത് എപ്പോഴും ചിന്തിച്ചോളണം. ആൻഡ് നോർമലി വി ഡിവൈഡ് ഇൻ ടു റെഡ്, യെല്ലോ, ഗ്രീൻ. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ മെക്കാനിസം ഓഫ് ഇഞ്ചുറി ഓൾസോ ഇസ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ അകത്ത് ദിസ് ഇസ് ദ സീക്വൻസ് ഓഫ് എനി ട്രോമ മാനേജ്മെന്റ്. അതിൻ്റെ അകത്ത് പണ്ടാണെങ്കിൽ നമ്മളിപ്പോൾ ABCD എന്നാണ് പ്രൈമറി സർവേക്ക് പറഞ്ഞിരുന്നത്. അതിപ്പോൾ മാറി XABCD എന്ന് പറഞ്ഞ കോൺസിക്വൻസ് ആയി മാറി. X എന്ന് പറയുന്നത് ഇസ് അബൌട്ട് ബ്ലീഡിംഗ് മാനേജ്മെന്റ്. അപ്പൊ അതൊക്കെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രൈമറിൽ ഡിസ്കസ് ചെയ്ത ഒരു സാധനം. ABCD എന്ന് പറഞ്ഞ പണ്ടത്തെ സീക്വൻസ് മാറി XABCD ആയിട്ടുണ്ട്. അത് X എന്ന് പറഞ്ഞ എക്സാൻജുനേഷൻ എന്നാണ് അർത്ഥം. അതെന്ന് വെച്ചാൽ ബ്ലീഡിംഗ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വി ടോക്ട് അബൌട്ട് ABCD അസസ്മെന്റ്. അതിൻ്റെ അകത്ത് എയർവേ ആണ് നമ്മൾ തീർത്തത്, BCD നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് B തുടങ്ങിയുള്ളൂ. പിന്നെ ബാക്കി നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. സെക്കൻഡറി സർവേ എന്ന് പറയുന്നത് സാമ്പിൾ ഹിസ്റ്ററി ആണ്. പിന്നെ വൈറ്റൽസ് റീചെക്ക് ചെയ്യാം, ഹെഡ് ടു ടോ എക്സാമിനേഷൻ. സാമ്പിൾ ഹിസ്റ്ററി അല്ലെങ്കിൽ സാമ്പിളർ ഹിസ്റ്ററി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ള സിംറ്റംസും സയൻസും എടുക്കാം. പേഷ്യന്റ് എന്തെങ്കിലും മെഡിക്കേഷൻ അലർജിയോ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അതെടുക്കാം. പേഷ്യന്റ് എന്തൊക്കെ മെഡിക്കേഷൻസ് കഴിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. പാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും മെഡിക്കൽ ഇൽനെസ് എന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യന്റ് ഒരു ബീറ്റ ബ്ലോക്കർ കഴിക്കുന്നുണ്ടെങ്കിൽ നാച്ചുറലി പേഷ്യന്റ് ഒരു ട്രോമ വരുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ
നാച്ചുറലി പേഷ്യന്റ് കോമ്പൻസേറ്ററി മെക്കാനിസം ആയിട്ടുള്ള ടക്കിക്കാർഡിയ ഉണ്ടാവാൻ സാധ്യതയില്ല ഇഫ് ഒരു ബീറ്റ ബ്ലോക്കറെ കഴിക്കണമെങ്കിൽ. സോ അതും നമ്മുടെ മനസ്സിൽ കൂടെ പോയിരിക്കണം. സോ മെഡിക്കേഷൻ എന്താ കഴിക്കണം, പാസ്റ്റ് മെഡിക്കൽ ഇൽനെസ് എന്തൊക്കെയാണ്, ലാസ്റ്റ് മീൽ എപ്പോഴാണ് കഴിച്ചത്, പിന്നെ ഇവന്റ്സ് ആൻഡ് എൻവയൺമെന്റ് എങ്ങനെ സംഭവിച്ചത്, പിന്നെ റിസ്ക് ഫാക്ടേഴ്സ്, ഇത് എന്തായാലും നമ്മൾ സാമ്പിളറിൽ ചോദിച്ചിരിക്കണം. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് ഫെസിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി കെയറിന് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം നോക്കിയിരിക്കണം. സോ ക്വിക്ക് അസസ്മെന്റ് ഇസ് ഓൾ അബൌട്ട് ടോക്കിംഗ് ടു ദ പേഷ്യന്റ്. സോ വെനെവർ യു ടോക്ക് ടു എ പേഷ്യന്റ് മര്യാദയ്ക്ക് സംസാരിച്ച് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അതിന്റെ അർത്ഥം പേഷ്യന്റ് ABCD സ്റ്റേബിൾ ആണെന്നുള്ളത്. ആ ABCD സ്റ്റേബിൾ ആണെങ്കിൽ then it is always good that we can go for secondary assessment അല്ലെങ്കിൽ we can go for other assessments എന്നാണ് നമ്മൾ അതിന്റെ അർത്ഥം പറയണത്. ആ സമയത്ത് നമ്മൾ സംസാരിച്ചിട്ട് പേഷ്യന്റ് ABCD ക്ലിയർ അല്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അതിന്റെ ഓരോ സബ്സിക്വന്റ് മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോർമലി ശ്രദ്ധിക്കേണ്ടത്. ആ ശ്രദ്ധിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഉത്തരവാദിത്വം ഉള്ളതെന്ന് വെച്ചാൽ പേഷ്യന്റിനെ സൈമിൾട്ടേനിയസ്ലി മാനേജ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ഇതിനിടയിൽ ഒരിക്കലും എന്നുവെച്ചാൽ ഓരോ പേഷ്യന്റിന്റെ ഫിസിയോളജി, ഓരോ പേഷ്യന്റിന്റെ പത്തോളജി ഡിഫറെന്റ് ആണ്. ആ ഫിസിയോളജിയും പത്തോളജിയും വിട്ട് കളയാണ്ട് ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പേഷ്യന്റിനെ കണ്ട് തന്നെ നമ്മൾ മാനേജ് ചെയ്യണം. അതും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മൾ ABCDയിലും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമുക്കൊരു ട്രോമ പേഷ്യന്റ്, നോർമലി ഒരു ബ്ലീഡിങ് പേഷ്യന്റ്, ഇങ്ങനത്തെ ഒരു ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ABCD എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ എന്ന് പറഞ്ഞ സമയത്ത് സർക്കുലേഷനിൽ ഒരു ഹെമറേജ് കൺട്രോൾ ഉണ്ടായിരുന്നു. ഇപ്പം എക്സാഞ്ചിനേഷൻ ആദ്യം വന്നതോടെ ഈ പേഷ്യന്റ് ബ്ലീഡിങ്ങിനെ അറസ്റ്റ് ചെയ്യലാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. സോ ബ്ലീഡിങ് ഇസ് അനദർ ബിഗസ്റ്റ് ചാലഞ്ച് ദാറ്റ് കംസ് ടു മാനേജ്മെന്റ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ദാറ്റ് വി മാനേജ് ദാറ്റ് ആസ് വെൽ. സോ ദാറ്റ്സ് വൈ എക്സ് കേം ഇൻ ഫാക്ടർ. സോ ബ്ലീഡിംഗ് മാനേജ്മെന്റ് പല മെത്തേഡ് ഉണ്ട്. ടോണിക് മെത്തേഡ്സ് ആകാം, അല്ലെങ്കിൽ ഡയറക്ട് കംപ്രഷൻ മെത്തേഡ്സ് ആക്കാം. പല മെത്തേഡിലും നമ്മൾ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യുക. സോ ബിക്കോസ് ബ്ലീഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നാച്ചുറലി ബ്ലീഡിംഗ് വിൽ പ്രൊഡ്യൂസ് ഫിസിയോളജിക്കൽ അൺസ്റ്റെബിലിറ്റി. ആ ഹൈപ്പോടെൻഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ടക്കിക്കാർഡിയ ആയിരിക്കാം, അത് ഹൈപ്പോക്സിയ ഡ്രൈവ് ചെയ്യാനും റെസ്പിറേറ്ററി കോംപ്രമൈസ് വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ബ്ലീഡിംഗ് പല രീതിയിൽ. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് വാട്ട് എവർ മെത്തേഡ് ദാറ്റ് യു യൂസ് യു ഹാവ് ടു കൺട്രോൾ ദ ബ്ലീഡിംഗ്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്. പിന്നെ നമ്മൾ എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സ്ട്രെസ് ചെയ്തൊരു കാര്യമാണ് മെക്കാനിസം ഓഫ് ഇഞ്ചുറിയുടെ കാര്യം. മെക്കാനിസം ഓഫ് ഇഞ്ചുറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ ഇഞ്ചുറി ഉണ്ടായി എന്ന് വെച്ചാൽ, ഒരാള് ഒരു നടന്നു പോകുമ്പോൾ കാല് മടങ്ങിയിട്ട് വീഴുന്നതും ഒരാൾ നടന്നു പോകുമ്പോൾ കാല് മടങ്ങിയിട്ട് 10 സ്റ്റെപ്പ് താഴത്തേക്ക് വീഴുന്നതും രണ്ട് മെക്കാനിസമാണ്. സോ അത് ഇമ്പോർട്ടന്റ് ആണ് ആ മെക്കാനിസത്തിനെ മനസ്സിലാക്കുക എന്നുള്ളത്. കാരണം ഓരോന്നിനുണ്ടാകുന്ന ഇഞ്ചുറി പാറ്റേൺ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു പടത്തിൽ കണ്ടു കഴിഞ്ഞാൽ, ഈ ഒരു പടത്തിൽ ഒരാൾ ഡ്രൈവ് ചെയ്ത് ബ്രേക്ക് ചവിട്ടുമ്പോൾ അയാൾ നേരെ ചെന്ന് സീറ്റ് ബെൽറ്റ് ഇഞ്ചുറി ആകാം, വിപ്ലാഷ് ഇഞ്ചുറീസ് ആകാം, സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് ആകാം, കൺഡ്യൂഷൻ കൗണ്ടർ കൺഡ്യൂഷൻസ് ആകാം, നീന്റെ ഇഞ്ചുറീസ് ആകാം, എയർ ബാഗ് ഡിപ്ലോയ് ഉണ്ടെങ്കിൽ അതിന്റെ റെസ്പിറേറ്ററി ഇഞ്ചുറീസ്. അപ്പൊ ഇത്രയും ഇഞ്ചുറീസ് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിരിക്കണം. കാരണം ചില സമയങ്ങളിൽ ഡിസ്ട്രാക്ടിങ് ഇഞ്ചുറീസ് ഉണ്ടാവും. വാട്ട് ഇസ് ഡിസ്ട്രാക്ടിങ് ഇഞ്ചുറി? നമ്മൾ പെട്ടെന്ന് ഒരു പേഷ്യന്റ് കാണുമ്പോൾ ഒരു വലിയ ട്രോമ അല്ലെങ്കിൽ വലിയൊരു ഇഞ്ചുറി കാണുന്നു, അതിലേക്ക് നമ്മുടെ കണ്ണ് പോവുകയും അല്ലാത്ത കുഞ്ഞു കുഞ്ഞു ഇഞ്ചുറീസും നമ്മൾ അത്ര വകവയ്ക്കാണ്ട് വിട്ടുപോകാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ അവിടെയായിരിക്കും കൂടുതൽ കോൺസിക്വൻസ് ഉണ്ടാവണം. അതെപ്പോഴും ചിന്തിച്ചിരിക്കണം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു ER തന്ന പേഷ്യന്റ് RT ആയിരുന്നു. പേഷ്യന്റെ കൈയിന്റെ ഇവിടെ ഒരു നല്ലൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഡീഗ്ലവിംഗ് പോലത്തെ ഒരു ഇഞ്ചുറി പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഇഞ്ചുറി ഉണ്ട്, ബ്ലീഡിംഗ് പോയിന്റ് ആണ്, പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കണ്ടാമിനേഷൻസ് ഉണ്ട്. സോ നമ്മുടെ കണ്ണ് അതിലേക്ക് പോകാൻ എപ്പോഴും സാധ്യതയുണ്ട്. പക്ഷെ പേഷ്യന്റ് ഡീറ്റെയിൽ ഹെഡ് ടു എക്സാമിനേഷൻ ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ABCD നോക്കുമ്പോൾ തന്നെ പേഷ്യന്റ് ടെക്കിക്കാർഡിക് ആയിരുന്നു. പേഷ്യന്റ് അപ്പൊ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് വരുമ്പോൾ എന്താ, പേഷ്യന്റ് ഷാഫ്റ്റ് ഓഫ് ഫീമർ ഫ്രാക്ചറാണ്. അപ്പം നമ്മൾ ഷാഫ്റ്റ് ഓഫ് ഫീമർ ഫ്രാക്ചർ എന്ന് പറയുന്നത് ഇപ്പൊ ഇത് ഒരു ഡിസ്ട്രാക്ടിങ് ഇഞ്ചുറി. കാരണം ഇത് ക്ലിനിക്കിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇത് മസിൽ ലെങ്ത്തിലെ ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളൂ, ആർട്ടീരിയൽ ബ്ലീഡിംഗ് ഇല്ല, വീനസ് ബ്ലീഡിംഗ് ഇല്ല. സോ അതൊരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്, അതൊരു പെട്ടെന്ന് നമ്മൾ ഡിസ്ട്രാക്ടിങ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ദ തിങ് ഇസ് ദർ ഇസ് എ മേജർ ഫീമർ ഫ്രാക്ചർ വിച്ച് ഇഫ് യു പ്രോപ്പർലി ഇവാലുവേറ്റ് ചെയ്തില്ലെങ്കിൽ മിസ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് എപ്പോഴും മെക്കാനിസം ഇഞ്ചുറിയും സിസ്റ്റമിക് എക്സാമിനേഷന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ മെക്കാനിസം ഇഞ്ചുറി പല മെത്തഡോളജി, ഒന്നുകൂടെ മെക്കാനിസം ഇഞ്ചുറി സ്ട്രെസ് ചെയ്യുന്നു മാത്രം. കാരണം പലപ്പോഴും നമ്മുടെ മനസ്സിൽ വിട്ടുപോകുന്ന ഒരു സാധനമാണ് മെക്കാനിസം ഇഞ്ചുറി. സോ ഐ ജസ്റ്റ് സ്ട്രെസ്ഡ് ഓൺ ദാറ്റ് ആസ് വെൽ. സോ നമ്മളിത് ഓൾറെഡി പറഞ്ഞു, ABCD എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുക, എന്താ പത്തോളജി എന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക, അത് ഇന്റർവീൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. എന്തുകൊണ്ട് ABCD, എന്തുകൊണ്ട് എയറോബിക് മെറ്റബോളിസം, എന്തുകൊണ്ട് അനറോബിക് മെറ്റബോളിസം എന്നൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. ബിക്കോസ് A kills before B, B kills before C, C kills before D. അതുകൊണ്ടാണ് എയർവേ കോംപ്രമൈസ് ഉണ്ടെങ്കിൽ പേഷ്യന്റ് ഹൈപ്പോക്സിയ വരാൻ സാധ്യതയുണ്ട്,
ഹൈപ്പോക്സിക് പേഷ്യന്റിന് ബ്രാഡിക്കാർഡി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ എന്നുള്ള പാറ്റേണിൽ പോകണമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എയറോബിക് മെറ്റബോളിസം നമ്മളിത് പറഞ്ഞതാണ്. പേറ്റന്റ് എയർവേ ആവശ്യമുണ്ട്, ഫംഗ്ഷനിങ് ലോങ് ആവശ്യമുണ്ട്, അഡിക്വേറ്റ് സർക്കുലേഷൻ ആവശ്യമുണ്ട്. ഇത്ര ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർ എയറോബിക് മെറ്റബോളിസം അല്ലെങ്കിൽ ATP പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് എവിടെയെങ്കിലും കോംപ്രമൈസ് ഉണ്ടെങ്കിൽ അത് എനറോബിക് മെറ്റബോളിസത്തിൽ പോവും, ATP കുറയാനും സാധ്യതയുണ്ട്. അപ്പൊ എയർവേ എന്ന് പറയുന്ന സീസ്പൈൻ പ്രൊട്ടക്ഷനും സീസ്പൈൻ ഇവാലുവേഷനും ഒക്കെ പാരലി ചെയ്തു പോകണം. നമ്മൾ ഇതും സംസാരിച്ചാണ്. എയർവേ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേറ്റൻസി നോക്കണം, ആഡഡ് സൗണ്ട്സ് നോക്കണം, നെക്ക് നോക്കണം എന്നുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞതിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചാണ്. എന്തുകൊണ്ട് സീസ്പൈൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതും സീസ്പൈൻ എന്ന് പറയുന്ന എയർവേ മാനേജ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഈസി മൊബിലിറ്റി വരുന്ന ഒരു കാര്യമാണ് സീസ്പൈൻ. അപ്പൊ അങ്ങനെ ഒരു സീസ്പൈൻ മൊബിലിറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ എയർവേ ഓപ്പൺ ചെയ്യാനോ എയർവേ എന്ത് ചെയ്യാനും നമ്മൾ നോക്കുമ്പോൾ സീസ്പൈന് മൊബിലൈസേഷൻ വരുമ്പോഴത്തേക്കും നാച്ചുറലി ദർ ഇസ് എ ചാൻസ് ഫോർ സീസ്പൈൻ ഇഞ്ചുറീസ് വേഴ്സൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സീസ്പൈൻ സ്റ്റെബിലൈസ് ചെയ്തിട്ട് മാത്രമാണ് എയർവേ മാനേജ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പാരലലി പറയുന്നത്. Because we all know spinal cord is behind, our spinal cord is within the vertebrae. അപ്പം അതിനകത്ത് സ്പൈനൽ നെർവ് ഇഞ്ചുറി ഉണ്ടാവാനും നമുക്ക് ഡയഫ്രമാറ്റിക് പാരലിസിസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി വെരി കെയർഫുൾ വെൻ യു മാനേജ് ചെയ്തു. സോ ഇതെല്ലാം വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഇൻ ദ ലാസ്റ്റ് സെഷൻ. ഇപ്പൊ സീസ്പൈൻ സ്റ്റെബിലൈസ് ചെയ്യാനും സീസ്പൈൻ വഴാം ദർ ആർ മെത്തഡോളജി, ഹാൻഡ് ഹോൾഡിംഗ് മെത്തേഡ് ഉണ്ട്, അതല്ലെങ്കിൽ നമുക്ക് സീ കോളറേഴ്സ് ഉണ്ട്. സീ കോളേഴ്സ് എപ്പോഴും ട്രോമ റിലേറ്റഡ് ആണെങ്കിൽ ഹാർഡ് കോളേഴ്സ് തന്നെയാണ്, സോഫ്റ്റ് കോളേഴ്സ് അല്ല. ഹാർഡ് കോളേഴ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്, ഫിലഡൽഫിയ അങ്ങനത്തെ പല സീ കോളേഴ്സ് ഉണ്ട്. പക്ഷേ ഇറ്റ് ഷുഡ് ബി ഹാർഡ് കോളർ, നോട്ട് സോഫ്റ്റ് കോളർ. അത് മാത്രം ആലോചിക്കുക. അത് കഴിഞ്ഞ് എയർവേയുടെ പേറ്റൻസി ചെക്ക് ചെയ്യണം. അതുകൂടാണ്ട് എയർവേയുടെ സൗണ്ട്സ്, സ്നോറിങ് ആയിക്കോട്ടെ, ഗർഗ്ലിംഗ് ആയിക്കോട്ടെ, സ്ട്രൈഡർ ആയിക്കോട്ടെ, ഇങ്ങനത്തെ ശബ്ദങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പം ഇത് നമ്മുടെ ആന്റീരിയർ ക്രേനിയൽ ഫോസ ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ നാച്ചുറലി അവിടെ റെക്കൂണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മിഡിൽ ക്രേനിയൽ ഫോസ ആണെങ്കിൽ നമുക്ക് ബാറ്റിൽ ഇയറും അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതും എപ്പോഴും ചിന്തിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ മൂക്കിന്റെ പാലും ഫേസിൽ എക്സാമിനേഷൻസും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മൾ മെയിൻ ആയിട്ട് കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇതിനകത്ത് എങ്ങനെ എയർവേ മാനേജ് ചെയ്യണമെന്നും എയർവേയുടെ ഡിഫറെന്റ് മെത്തഡോളജി ഓഫ് മാനേജ്മെന്റും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും വെച്ച് ആണ് നമ്മൾ കഴിഞ്ഞ സെഷൻ നിർത്തിയത്. അപ്പൊ അതിനകത്ത് എയർ അഡ്ജൻസിന്റെ കാര്യം, ഇൻറ്റുബേഷന്റെ കാര്യവും അതെല്ലാം നമ്മൾ സംസാരിച്ചു. എങ്ങനെയാണ് RSI ചെയ്യണമെന്നും എങ്ങനെയാണ് 2 ക്വസ്റ്റ്യൻസ് കൺഫേം ചെയ്യണമെന്നും എന്താണ് സർജിക്കൽ എയർവേ എന്നുള്ളതും സർജിക്കൽ എയർവേ ചെയ്യേണ്ടത് എവിടെയാണെന്നുള്ളതും എയർവേ ഉദ്ദേശിക്കേണ്ട മേജർ പേൾസിലേക്കുമാണ് നമ്മൾ തീർത്തത്. എയർവേ പേൾസ് എന്ന് പറയുന്നത് എപ്പോഴും റീസസ്റ്റേഷൻ ബിഫോർ ഇൻറ്റുബേഷൻ ആലോചിച്ചിരിക്കണം. ചുമ്മാ കയറി ഇൻറ്റുബേറ്റ് ചെയ്തത്, കാരണം ഇൻറ്റുബേറ്റ് ചെയ്താൽ തന്നെ വേറെ കുറെ ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ റീസസ്റ്റേറ്റ് വെൽ ബിഫോർ ഇൻറ്റുബേഷൻ. പ്രീ ഓക്സിനേഷൻ മാൻഡേറ്ററി ആണ്, കാരണം അല്ലെങ്കിൽ ഹൈപ്പോക്സിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും നമുക്കൊരു ഡൗട്ട് ഉണ്ട്, പേഷ്യന്റ് GCS ലോ ആണോ അങ്ങനെ വല്ലതൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾവേസ് സെക്യൂർ എയർവേ. കാരണം പേഷ്യന്റ് ഒന്ന് ഇൻറ്റുബേറ്റ് ഒന്ന് വൊമിറ്റ് ചെയ്യോ അങ്ങനത്തെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എയർവേ കോംപ്രമൈസിലേക്ക് പോകാൻ വളരെ സാധ്യത കൂടുതലാണ്. പിന്നെ എപ്പോഴും ചെക്ക് ലിസ്റ്റ് ഉണ്ടാവണം, ഒരു പ്ലാൻ ഉണ്ടാവണം. നമ്മൾ എയർവേ മാനേജ് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ട് എയർവേനെ കുറിച്ചും ചിന്തിച്ചിരിക്കണം. സോ യു ഷുഡ് ഹാവ് എ പ്ലാൻ എ, പ്ലാൻ ബി. പിന്നെ ഓവർ ആംബു ചെയ്യരുത്, കാരണം ഹൈപ്പോടെൻഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ വെൻ യു ആംബു ടു മച്ച്, നാച്ചുറലി പോസിറ്റീവ് എയർവേ പ്രഷർ, പോസിറ്റീവ് പ്രഷർ വിത്തിൻ ദ ലങ് ഇൻക്രീസസ്. പോസിറ്റീവ് പ്രഷർ കൂടുമ്പോഴത്തേക്കും വീനസ് റിട്ടേൺ കുറയുകയും അത് കാരണം തന്നെ പേഷ്യന്റ് ഹൈപ്പോടെൻഷനിൽ പോകാനും സാധ്യതയുണ്ട്. പിന്നെ എപ്പോഴും നമ്മുടെ ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവണം. So this is what mainly we discussed in last session. We started with the basic estimate, we ended up in airway management. ഇതുവരെയും ഞാനിത് ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർത്തതാ. ദിസ് വാസ് ഓൾമോസ്റ്റ് ഈ സെഷൻ ഇത്രയും പറഞ്ഞത് വാസ് ഓൾമോസ്റ്റ് 1.5 hour സെഷൻ ലാസ്റ്റ് ടൈം. സോ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ യു ഫീൽ ഫ്രീ ടു ആസ്ക് റൈറ്റ് നൗ, ബിക്കോസ് ഫ്രം നൗ ഓൺവേർഡ് we will be going to the new topic. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. Please unmute and feel free to ask. എന്തെങ്കിലും ഡൗട്ട് ഇപ്പൊ ഇതുവരെയായിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഞാനൊരു ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് സംസാരിച്ചു പോവുക ചെയ്തത്, കാരണം വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. അപ്പൊ ഇഫ് ദർ ഇസ് എനി ഡൗട്ട് ഫീൽ ഫ്രീ ടു ആസ്ക് റൈറ്റ് നൗ. And I don't know who all were there in the last session. പുതിയ ആൾക്കാരും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്തിരി പെട്ടെന്ന് സ്പീഡായിട്ട് പോകുമ്പോൾ ചിലപ്പം എത്ര കാര്യങ്ങൾ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അൺമ്യൂട്ട് ചെയ്യുക, ഫീൽ ഫ്രീ ടു ആസ്ക്. ഓർ ഇഫ് യു വാണ്ട് സംതിങ്
put that into the chat as well. Okay, I hope things are fine. So now we move on to the next part. നെക്സ്റ്റ് പാർട്ടിൽ മെയിൻ ആയിട്ട് നമുക്ക് സംസാരിക്കാനുള്ളതാണ് നമ്മുടെ ബ്രീത്തിങ്ങിനെ കുറിച്ച്. ഞാൻ എപ്പോഴും പറഞ്ഞു വെച്ചാൽ ഇറ്റ് ഈസ് അബൌട്ട് എക്സ് എ ബി സി ഡി. അതാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്. എക്സ് ഇസ് അബൌട്ട് എക്സാഞ്ചിനേഷൻ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇറ്റ്സ് അബൌട്ട് ബ്ലീഡിംഗ് മാനേജ്മെന്റ്. Then it is always A, B, C, D. A kills before B, B kills before C, C kills before D, and D kills before E. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എ ബി സി ഡി സീക്വൻസ് മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. അതിന്റെ എ എന്താണെന്ന് നമ്മൾ വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ, ഹൗ ടു ഇവാലുവേറ്റ്, ഹൗ ടു സ്റ്റെബിലൈസ്. നൗ വി കം ടു ബി. ബി എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം ബ്രീത്തിങ് ആൻഡ് വെന്റിലേഷൻ ആണ്. ക്യാൻ someone differentiate or someone tell me what is the difference between breathing and ventilation? ഇതിനകത്ത് ഒരു കാര്യം ഐ ജസ്റ്റ് വോണ്ട് ടു ഹാവ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഇതൊരു ലെക്ചർ അല്ല, കാരണം ഇതൊരു എക്സാം ഓറിയന്റഡ് സെഷനേ അല്ല. ദിസ് അബൌട്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. കാരണം നിങ്ങൾ എല്ലാവരും ഡെയിലി ഇതൊക്കെ മാനേജ് ചെയ്യുന്ന ആൾക്കാരാ. യു മസ്റ്റ് നോ മച്ച് ബെറ്റർ ദാൻ മീ പ്രാക്ടിക്കലിലും തിയറികളിലെല്ലാം. സോ ദിസ് ബേസിക്കലി ഒരു ഡിസ്കഷൻ ഫോറംസ് ആയിട്ട് ഉപയോഗിക്കുക. സോ പ്ലീസ് അൺമ്യൂട്ട്, പ്ലീസ് ടോക്ക്, ബിക്കോസ് അതർവൈസ് ഒരു ലെക്ചർ പോലെ ഐ ഡോണ്ട് വാണ്ട് ദിസ് സെഷൻ ടു ബിക്കം. അതുകൊണ്ട് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രീത്തിങ് ആൻഡ് വെന്റിലേഷൻ? Difference between breathing and ventilation. So Akila has mentioned ventilation is mechanical. Yeah, ventilation is a part of mechanical also. We can ventilate. Yes. Ventilation means remove carbon dioxide, and breathing is taking in oxygen. Ventilation is removing carbon dioxide. I mean, ventilation is removing carbon dioxide. Breathing is taking oxygen. Is that what you said? Yes. Okay. Okay, fine. Ventilation is carbon dioxide. Okay, Dr. Pooja. Okay, anyone else? Any other suggestions? Any other comments? So someone has mentioned breathing is a process of inspiration, expression, ventilation. So totally true. I don't know who that is. One plus ആയിട്ടേക്കണ. So basic difference. Breathing എന്ന് പറയുന്നത് നമ്മൾ ശ്വാസം എടുത്ത് വിടുന്നതിനാണ് breathing എന്ന് പറയുന്നത്. So breathing is the movement of air from outside atmosphere to your lung. So it's basically ശ്വാസം വലിച്ചു വിടുന്നതാണ് breathing. Ventilation is something that happens at the alveolar level. വെന്റിലേഷൻ ആണ് നമ്മൾ പണ്ട് ഫിസിയോളജിയിൽ ഓർക്കുന്നുണ്ടെങ്കിൽ ആൽവിയോളോ കാപ്പിലറി മെംബ്രെയിന്റെ കാര്യമൊക്കെ ഓർക്കുവാണെങ്കിൽ ആൽവിയോളക്കകത്ത് എത്തുന്ന ഓക്സിജന്റെ ആൽവിയോളക്കകത്തുനിന്ന് ബ്ലഡിലേക്ക് എത്തുകയും ബ്ലഡിലുള്ള കാർബൺ ഡയോക്സൈഡിന് ആൽവിയോളേക്ക് എത്തുകയും എന്ന് പറഞ്ഞ പ്രോസസ്സാണ് വെന്റിലേഷൻ. ബ്രീത്തിങ് എന്ന് പറയുന്നത് ശ്വാസം അകത്തേക്ക് വലിച്ച് ഓക്സിജൻ അല്ലെങ്കിൽ എയറിനകത്തേക്ക് കയറ്റുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും ആണ് ബ്രീത്തിങ്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. Breathing is a movement of air from outside to inside and inside to outside, whereas ventilation is what happens at the alveolar level. Hope that is clear. So, അപ്പൊ നേരത്തെ അഖില പറഞ്ഞത് ഇസ് ഓൾസോ ട്രൂ. വെന്റിലേഷൻ ആണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ വെന്റിലേഷൻ ചെയ്യാൻ പറ്റുന്നത് മെക്കാനിക്കലി ട്യൂബ് അകത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് ആൽവിയോളർ ലെവലില്ല. കാരണം പിന്നെ പേഷ്യന്റ് ബ്രത്ത് എടുത്ത് വിടേണ്ട ആവശ്യമില്ല, മെഷീനാണ് ബ്രത്ത് കൊടുക്കുന്നത്. സോ
വെന്റിലേഷൻ ഓഫ് ഓൾവേസ് മെക്കാനിക്കലായിട്ട് എപ്പോഴും നമുക്ക് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെന്റിലേഷൻ ഇസ് ഓൾവേസ് മെക്കാനിക്കൽ, ട്രൂ. ബട്ട് ബ്രീത്തിങ് ഇസ് ബേസിക്കലി an air movement and ventilation is a gas exchange. എന്തുകൊണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ്, why I am stressing that right now is, for a patient in trauma or for any patient, both this should happen proper. കാരണം ഒരു എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, ഒരു ട്രക്കിയൽ ഇഞ്ചുറി ഉണ്ട്, ഒരു ട്രക്കിയൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, ഒരു സ്ട്രൈഡർ ഉണ്ടെങ്കിൽ എന്റെ ബ്രീത്തിങ് കോംപ്രമൈസ്ഡ് ആവും. ആ ബ്രീത്തിങ് കോംപ്രമൈസ്ഡ് ആയ എയർ മൂവ്മെന്റ് ടു ദ ആൽവിയോള ഡസൻ ഹാപ്പൻ. എയർ മൂവ്മെന്റ് ടു ആൽവിയോള ഹാപ്പൻ ചെയ്തില്ലെങ്കിൽ അവിടെ തന്നെ വെന്റിലേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് കൊളവായി കഴിഞ്ഞു. അവിടെ അതിന്റെ ഒപ്പം തന്നെ ചില സമയങ്ങളിൽ ബ്രത്ത്, ശ്വാസം എടുത്തു മര്യാദയ്ക്ക് വിടാൻ പറ്റും, പക്ഷെ ലങ് കണ്ടീഷൻസ് കാരണമോ ന്യൂമോത്തറാക്സ് കാരണമോ ഹീമോത്തറാക്സ് കാരണമോ ആൽവിയോളാസ് കോംപ്രമൈസ്ഡ് ആകുകയും അവിടെ ആൽവിയോള ബേസിൻ മെംബ്രെയിൻസ് അല്ലെങ്കിൽ ആൽവിയോള ടു കാപ്പിലറി മൂവ്മെന്റ് നടക്കാണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് രണ്ടും പ്രോപ്പർലി നടന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന സാച്ചുറേഷൻ അല്ലെങ്കിൽ ഓക്സിജൻ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആയിട്ട് നടക്കുകയുള്ളൂ. അപ്പം ബ്രീത്തിങ് എന്ന് പറയുന്നത് ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു റീച്ച് ആൽവിയോളൈ. പിന്നെ അത് കഴിഞ്ഞ് കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യണം. സോ ദിസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് ബ്രീത്തിങ് ആൻഡ് വെന്റിലേഷൻ. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യത്തില് ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞു, ബ്രീത്തിങ് എന്താ വെന്റിലേഷൻ എന്താകുന്നു. അപ്പൊ ഈ വെന്റിലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നമ്മൾ ആൽവിയോളയ്ക്കകത്തു നിന്നുള്ള ഓക്സിജൻ തിരിച്ച് കാപ്പിലറിലേക്ക് കയറുമ്പോൾ കാപ്പിലറിൽ അഡിക്വേറ്റ് ഹീമോഗ്ലോബിൻ ഉണ്ടാവണം, അല്ലെങ്കിൽ അഡിക്വേറ്റ് RBCയും കൂടെ ഉണ്ടെങ്കിൽ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുകയുള്ളൂ. സോ അവിടെയും അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ RBCയുടെ നമ്പർ അവിടെ കുറവാണെങ്കിൽ, ഞാൻ 100 ഓക്സിജൻ കൊടുത്തു, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു RBC ക്യാൻ ക്യാരി 4 ഓക്സിജൻ. ഞാൻ 100 ഓക്സിജൻ കൊടുത്തു, പക്ഷെ അവിടെ RBC ക്യാരി ചെയ്യാൻ ഇല്ലെങ്കിൽ ഞാൻ 100 200 ഓക്സിജൻ കൊടുത്താലും അവിടെ ബ്ലഡിൽ കാർബൺ ഡയോക്സൈഡ് മറ്റേ RBC ഇല്ലാത്തതുകൊണ്ട് ഓക്സിജനേഷൻ അല്ലെങ്കിൽ സാച്ചുറേഷൻ കൂടില്ല. അതുകൊണ്ട് തന്നെയാണ് എക്സാഞ്ചിനേഷൻ ആദ്യം കയറി വന്നത്. പണ്ട് സർക്കുലേഷനിൽ പറഞ്ഞ സാധനത്തിന് ആദ്യമേ കയറിക്കൊണ്ടുവന്ന് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുകയും അഡിക്വേറ്റ് ഹീമോഗ്ലോബിൻ RBC നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം എന്നുള്ള ഉറപ്പുവരുത്താനും ഇതിന്റെ ഇമ്പോർട്ടൻസ് അവിടെ കയറി വന്നത്. സോ ഓക്സിജനേഷൻ, വെന്റിലേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് പ്ലസ് വെന്റിലേഷൻ എന്ന് പറയുന്നതിൽ ഇത്രയും കാര്യങ്ങൾ, ശ്വാസം എടുത്തുവിടുന്ന പ്രോസസ്സ്. അപ്പൊ ഒരു ഫ്രെനിക് ഡാമേജ് ഉണ്ടെങ്കിൽ ശ്വാസം എടുത്തുവിടാൻ പറ്റില്ല, അതൊരു പ്രശ്നമാണ്. എന്തെങ്കിലും മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ ടിൽ ആൽവിയോള ഉണ്ടെങ്കിൽ അവിടെയും ബ്രീത്തിങ് കോംപ്രമൈസ് ആവും. സിമിലർലി വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ ആൽവിയോള കാപ്പിലറി മെംബ്രെയിനിന്റെ മൂവ്മെന്റ് ആണ് അത് രണ്ടാമത്തെ. മൂന്നാമത് ഈ മൂവ് ചെയ്ത് പോകുന്ന ഓക്സിജനെ കൊണ്ടുപോകാനുള്ള RBC അവിടെ ഉണ്ടാവണം. സോ ഈ 3 മെക്കാനിസം കറക്റ്റ് ആയിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ബ്രീത്തിങ് പ്ലസ് വെന്റിലേഷൻ കറക്റ്റ് ആവുള്ളൂ. അതുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് ആ രീതിയിലാണ്. സോ അതിന്റെ അകത്ത് നമ്മൾ അസസ്മെന്റ് എന്താണ്? ദിസ് ഇസ് വൈ ഇറ്റ് അസസ്മെന്റ് സ്റ്റാർട്ട്സ് വിത്ത് എക്സ്പോസിംഗ് നെക്ക്, ചെസ്റ്റ് ആൻഡ് ആക്സിലറി മസിൽസ്. കാരണം ഇത് ഉള്ളിൽ മാത്രമല്ല പുറത്തെ കാര്യം കൂടെ നമ്മൾ നോക്കിയിരിക്കണം. കാരണം നെക്ക് എന്ന് പറയുന്ന കാര്യത്തിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ട്രക്കിയൽ ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു നെക്ക് ട്രോമ വന്ന ഒരു ബ്ലീഡിംഗ് മാസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ട്രക്കിയൽ കംപ്രഷൻസ് ഉണ്ടാകുകയും ട്രക്കിയൽ ഇഞ്ചുറി വരികയും എയർവേ മൂവ്മെന്റ് അല്ലെങ്കിൽ ബ്രീത്തിങ്ങിന് കോംപ്രമൈസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ റെസ്പിറേറ്ററി, ആക്സറി മസിൽ യൂസേജ്, ചെസ്റ്റ് ട്രക്കിയൽ ഷിഫ്റ്റിംഗ്, എയർ എൻട്രി, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ്. അത് നമ്മൾ ബേസിക്കലി പേഷ്യന്റ് ക്ലിനിക്കൽ എക്സാം ചെയ്യും. ക്ലിനിക്കൽ എക്സാം ചെയ്യാൻ റെസ്പിറേറ്ററി മൂവ്മെന്റ്, ചെസ്റ്റിൽ എവിടെയെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടോ, കൺഡ്യൂഷൻസ് ഉണ്ടോ, എവിടെയെങ്കിലും ഒരു ഓപ്പൺ വൂണ്ടുകളുണ്ടോ, ഇതെല്ലാം നമ്മൾ ക്ലിനിക്കൽ എക്സാം ചെയ്തിരിക്കണം. പിന്നെ അതുകൂടാണ്ട് ട്രക്കിയ ക്ലിയർ ആയിട്ട് എക്സാം ചെയ്തിരിക്കണം, ട്രക്കിയൽ ഷിഫ്റ്റ് ഉണ്ടോ എന്ന്. What are the differentials for tracheal shift in trauma? What are the differentials for tracheal shift in trauma? Tension pneumothorax, excellent. One. Anything else? Massive hemo, yes, to some extent. One another commonly or normally missed thing is an expanding hematoma within the neck itself. So, കാരണം neck is composed of large vessels which is very prominent or very vascular area ആണ്. അപ്പൊ അവിടെ ഒരു ആർട്ടീരിയൽ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു എക്സ്പാൻഡിങ് ഹെമറ്റോമ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഈ ട്രക്കിയ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇതെല്ലാം ട്രോമ മാനേജ്മെന്റിൽ നെക്ക് എന്ന് പറഞ്ഞ ഫാക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ആൻഡ് ആസ് സെഡ് ടെൻഷൻ ന്യൂമോത്തറാക്സ് ആൻഡ് മാസീവ് ഹീമോ ഇസ് അനദർ തിങ്. ടെൻഷൻ ന്യൂമോത്തറാക്സ് എപ്പോഴും മനസ്സിലുണ്ടാവണം. അപ്പോൾ നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വി ആർ ചെക്കിംഗ് അബൌട്ട് എയർ എൻട്രി. സോ വാട്ട് ആർ ദ ഡിഫറൻഷ്യൽസ് ഫോർ എ reduced or absent breath sound in one part of chest in trauma? Reduced or absent
breath sounds in one part of trauma, in one part of the chest. Collapse. So effusion, one is collapse, excellent. The other is pneumo, other is hemo. So excellent. So എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്, ഹീമോ ന്യൂമോ രണ്ടും നമുക്ക് ആബ്സെന്റ് അല്ലെങ്കിൽ റെഡ്യൂസ് ബ്രത്ത് സൗണ്ട്സ് കിട്ടും. അതേപോലെ തന്നെ കൊളാപ്സ് ആണെങ്കിലും, എന്ന് വെച്ചാൽ ഒരു ഫോറിൻ ബോഡി അല്ലെങ്കിൽ ഒരു മേജർ ബ്ലീഡിങ് ആൽവിയോള ട്രക്കിയൊക്കെ ബ്രോങ്കസിനകത്തുണ്ടാകുന്നു, അതൊരു ഒക്ലൂഷൻ ഉണ്ടായി, അവിടെ ഒരു കൊളാപ്സ് ആയാലും ഇതേപോലത്തെ ആബ്സെന്റ് അല്ലെങ്കിൽ റെഡ്യൂസ് ബ്രത്ത് സൗണ്ട്സിലേക്ക് പോകും. സോ റെഡ്യൂസ് ബ്രത്ത് സൗണ്ട്സ് ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നെക്ക് എക്സാം ചെയ്തു, ഞാൻ ചെസ്റ്റ് മൂവ്മെന്റ്സ് നോക്കി, ചെസ്റ്റിലെ എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഒന്നും ഞാൻ കാണുന്നില്ല. ഞാൻ എന്റെ പേഷ്യന്റ് ഓസ്കൾട്ടേറ്റ് ചെയ്യുന്നു. ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണം, ഞാൻ എപ്പോഴും ഇൻഫ്രാ ക്ലാവിക്കുലർ ആദ്യം ഓസ്കൾട്ടേറ്റ് ചെയ്തിരിക്കണം, മാമറി ഓസ്കൾട്ടേറ്റ് ചെയ്തിരിക്കണം, ഇൻഫ്രാ മാമറി ഓസ്കൾട്ടേറ്റ് ചെയ്തിരിക്കണം, ആക്സിലറി ഓസ്കൾട്ടേറ്റ് ചെയ്തിരിക്കണം, ഇൻഫ്രാ ആക്സിലറി ഓസ്കൾട്ടേറ്റ് ചെയ്തിരിക്കണം, ഇന്റർസ്കാപ്പുലർ ഓസ്കൾട്ടേറ്റ് ചെയ്തിരിക്കണം, ആൻഡ് ഇൻഫ്രാ സ്കാപ്പുലർ ഓസ്കൾട്ടേറ്റ് ചെയ്തിരിക്കണം. ഇത്രയും സൈഡ് ട്രോമയിൽ എന്തായാലും ഓസ്കൾട്ടേറ്റ് ചെയ്തിരിക്കണം. കാരണം റീജിയണൽ ഏരിയാസിലായിരിക്കും ആദ്യം തുടങ്ങുന്നത്. ഹീമോ ആയിരിക്കാം, ന്യൂമോ ആയിരിക്കാം, അല്ലാണ്ട് എക്സ്റ്റൻസീവ് സാധനങ്ങൾ ആദ്യമേ ട്രോമയിൽ ഉണ്ടാവില്ല. സോ വി ഡോണ്ട് ഹാവ് ടു സട്ടിൽ സയൻസിനെ മിസ്സാക്കരുത്. അതുകൊണ്ടാണ് ഇത്ര ഏരിയ മാൻഡേറ്ററി ഓസ്കൾട്ടേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മളങ്ങനെ ഓസ്കൾട്ടേറ്റ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ റൈറ്റ് മാമറി അല്ലെങ്കിൽ റൈറ്റ് ഇൻഫ്രാ മാമറിയിൽ എനിക്ക് റെഡ്യൂസ് ബ്രത്ത് സൗണ്ട്സ് കിട്ടി. സോ മൈ ഡിഫറൻസസ് ആ ഹീമോ അല്ലെങ്കിൽ ന്യൂമോ അല്ലെങ്കിൽ കൊളാപ്സ്. ഇതിനെ ഞാൻ എങ്ങനെ ഇനി അടുത്തത് ഡിഫറൻഷിയേറ്റ് ചെയ്യും? So I have three differential right now: hemo, pneumo, or collapse. How am I going to clinically differentiate these three? Percussion note. Excellent. Percussion. പലപ്പോഴും ക്ലിനിക്കലി നമ്മളിപ്പം വിട്ടുപോകുന്ന ഒരു സാധനമാണ് പെർക്കഷൻ. കാരണം നമ്മൾ പലപ്പോഴും അൾട്രാസൗണ്ടിന്റെ പുറകെ പോകും, നമ്മൾ പലപ്പോഴും ബാക്കി ഇൻവെസ്റ്റിഗേഷൻസിന്റെ പുറകെ പോകാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ഗുഡ് ഇഫ് യു ഹാവ് ബെഡ് സൈഡ് തന്നെ അൾട്രാസൗണ്ട് ഉണ്ടെങ്കിൽ വെരി ഗുഡ്, എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. ചെസ്റ്റ് എക്സ്റേ നമ്മൾ ചിന്തിക്കുമ്പോഴും പ്രോബ്ലം വരാറുള്ള ചില സമയത്ത് അപ്പം തന്നെ ചെസ്റ്റ് എക്സ്റേ പോർട്ടബിൾ കിട്ടാനോ ചെസ്റ്റ് എക്സ്റേ കിട്ടാനോ ഒക്കെ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ദാറ്റ് യു പെർക്കസ്. പെർക്കഷനിൽ ഹൈപ്പർ റെസൊണന്റാ കിട്ടണമെങ്കിൽ ദെൻ ഇറ്റ് ഇസ് എ ന്യൂമോതെറാപ്പി. ഡൾനെസ്സാ കിട്ടണമെങ്കിൽ ഇറ്റ് ഇസ് ഹീമോതെറാപ്പി. ഇത് രണ്ടുമല്ല, ഇതിന്റെ രണ്ടിന്റെ ഇടയിലാ കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഓൾവേസ് തിങ്ക് അബൌട്ട് കൊളാപ്സ്. സോ ഞാൻ ഓസ്കൾട്ടേറ്റ് ചെയ്തു, എനിക്ക് റെഡ്യൂസ് അല്ലെങ്കിൽ ആബ്സെന്റ് ബ്രത്ത് സൗണ്ട് കിട്ടി. ആ ബ്രത്ത് സൗണ്ട് കിട്ടിയ സ്ഥലത്ത് ഞാൻ പെർക്കസ് ചെയ്യുന്നു. പെർക്കസ് ചെയ്തപ്പോൾ എനിക്ക് ഹൈപ്പർ റെസൊണന്റ് ആണെങ്കിൽ അത് ന്യൂമോതെറാക്സ്, ഡൾ ആണെങ്കിൽ അത് ഹീമോതെറാക്സ്. ഇതിന് രണ്ടിന്റെ ഇടയിൽ എന്ന് വെച്ചാൽ ഹൈപ്പർ റെസൊണന്റ് അല്ല ഡള്ളും അല്ല, പക്ഷേ സം ഡിഫറൻസ് ഫ്രം അതർ ഏരിയ എന്ന് തോന്നിക്കഴിഞ്ഞാൽ then it is mostly collapse. Hope I am clear. Any doubts? Okay, fine. So ആ സമയത്ത് അൾട്രാസൗണ്ട് ആണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ എല്ലായിടത്തും അൾട്രാസൗണ്ട് ഉണ്ടോ എന്നുള്ളത്. ചെസ്റ്റ് എക്സ്റേ ഡെഫിനറ്റ്ലി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ ചെസ്റ്റ് എക്സ്റേ. കാരണം എനിക്കൊരു ഹൈപ്പർ റെസൊണന്റ് കിട്ടണമെങ്കിൽ ഐ വുഡ് പുഷ് ഫോർ എൻ ചെസ്റ്റ് എക്സ്റേ മോർ ഫാസ്റ്റ്. കാരണം എനിക്ക് ICD അല്ലെങ്കിൽ എനിക്കൊരു നീഡിൽ ചെയ്യേണ്ടി വരും. കാരണം വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് വെൻ കമ്പയറിംഗ് ഹീമോ വേഴ്സസ് ന്യൂമോ? ക്ലിനിക്കൽ മാനേജ്മെന്റിൽ ഹീമോയും ന്യൂമോയും തമ്മിൽ എന്താ വ്യത്യാസം? I'll put one more example. Patient who was drowsy came to ED. His saturation was a bit on 70% or 75%. When auscultating, I got reduced breath sounds on the right side. And I'm planning to, because the saturation is low, I'm tried O2, GCS is low, I need to intubate. At this point, what is my most important thing, or what എന്റെ മനസ്സിലായത് ചിലപ്പോൾ ഒരു ഹീമോ ആയിരിക്കും ഒരു ന്യൂമോ ആയിരിക്കാമെന്നുണ്ട്. ഇവിടെ എന്റെ ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്താണ് എനിക്ക് വരാൻ പോണ ചാലഞ്ച്? Tension pneumothorax. Okay, so if you are telling that if it is a pneumothorax, it can convert to tension pneumothorax. So I hope that is what you meant. Yes, sir. Okay, so excellent. Cardiac compromise. Cardiac compromise. ഞാൻ ഉദ്ദേശിച്ച ഇറ്റ് ഇസ് ഓൺലി വെൻ എനിക്ക് ഓസ്കൾട്ടേഷന്റെ റൈറ്റ് സൈഡിൽ റെഡ്യൂസ്ഡ് ബ്രത്ത് സൗണ്ട് കിട്ടി, എനിക്കിത് ഇന്റിമേറ്റ് ചെയ്യണം ഇമ്മീഡിയറ്റ്ലി. അപ്പൊ എനിക്ക് ചെസ്റ്റ് എക്സ്റേ എടുക്കാനോ അല്ലെങ്കിൽ ബാക്കി ഒന്നിനും സമയമില്ല. അവിടെയാണ് പെർക്കഷൻ ബിക്കംസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഞാൻ പെർക്കസ് ചെയ്തിട്ട് ഹൈപ്പർ റെസൊണന്റ് ആണെങ്കിൽ ഞാൻ എക്സ്റേ എടുക്കാണ്ട് ഞാൻ അത് ഇന്റിമേറ്റ് ചെയ്യില്ല.
കാരണം ഞാൻ അവിടെ ഇൻറ്റുബേറ്റ് അല്ലെങ്കിൽ ഞാനൊരു അറ്റ്ലീസ്റ്റ് നീഡിൽ വല്ലതും എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. കാരണം ഞാൻ ഇൻറ്റുബേറ്റ് ചെയ്താൽ ഈ ടെൻഷൻ ന്യൂമോസിലേക്ക് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് ഹൈപ്പർ റെസൊണൻസ് ഇല്ല, എനിക്ക് ഡള്ള കിട്ടണമെങ്കിൽ ദാറ്റ് മീൻസ് ദ പോസിബിലിറ്റി ഓഫ് ന്യൂമോ ഇസ് ലെസ്, ഹീമോ ഇസ് മോർ. അവിടെ ഞാൻ ഇൻറ്റുബേറ്റ് ചെയ്താൽ എനിക്ക് അത്ര വലിയ കോംപ്രമൈസ് വരാൻ പോകുന്നില്ല. കാരണം ഹീമോ ഡസൻ റാപ്പിഡ്ലി വേഴ്സൺ, പക്ഷെ ന്യൂമോ റാപ്പിഡ്ലി വേഴ്സൺസ് ആഫ്റ്റർ ഇൻറ്റുബേഷൻ. അപ്പൊ അതുകൊണ്ട് ദിസ് ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിങ്ങിന് എനിക്ക് അവിടെ പെർക്കഷൻ സഹായിക്കും. ആ സമയത്ത് സ്റ്റേബിൾ ആണെങ്കിൽ എക്സ്റേ എടുക്കാം, അൾട്രാസൗണ്ട് ചെയ്യാൻ എല്ലാത്തിനും സമയമുണ്ട്. പക്ഷെ അൺസ്റ്റേബിൾ ആണെങ്കിൽ ദിസ് സ്മോൾ ക്ലിനിക്കൽ ഇന്റർവെൻഷൻ ഓർ ക്ലിനിക്കൽ എക്സാമിനേഷൻ ടേക്സ് എ ഹ്യൂജ് റോൾ. അപ്പോൾ ഞാൻ എക്സാമിൻ ചെയ്തു, ഇതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് ഐ എം ചെക്കിംഗ് ദ സാച്ചുറേഷൻ, ഐ എം മേക്കിംഗ് ദ സാച്ചുറേഷൻ ഇസ് മോർ ദാൻ 94%. അപ്പൊ അതിന് എനിക്ക് എങ്ങനെയൊക്കെ സാച്ചുറേഷൻ ഇംപ്രൂവ് ചെയ്യാം? അവിടെയാണ് എനിക്ക് ഇപ്പൊ ഞാൻ പേഷ്യന്റ് കോൺഷ്യസ് ആണെങ്കിൽ ഞാൻ നാച്ചുറലി ഓക്സിജൻ ഡെലിവറി ഡിവൈസസ് ഉണ്ട്. ഓക്സിജൻ ഡെലിവറി ഡിവൈസസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ദർ ആർ ഡിഫറെന്റ് ഓക്സിജൻ ഡെലിവറി ഡിവൈസസ് ലൈക്ക് nasal prongs, simple mask, mask with reservoir and bag and mask ventilation. Nasal prongs എന്ന് പറയുന്നത് സാച്ചുറേഷൻ ലോ ആ പേഷ്യന്റ് ടെക്നിക് അല്ലാത്ത ഒരു പേഷ്യന്റ് ആണ്. സാച്ചുറേഷൻ ഒരു 80-85 റേഞ്ചിലാണ് നിൽക്കുന്നത്. പേഷ്യന്റ് ടെക്നിക് അല്ലെങ്കിൽ എനിക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് നേസൽ പ്രോങ്സ്. നേസൽ പ്രോങ്സ് ഉപയോഗിക്കുമ്പോൾ ഓക്സിജൻ ലീറ്റേഴ്സിൽ 4 ലിറ്റർ പെർ മിനിറ്റിന് താഴെ വെക്കാൻ പാടുള്ളൂ. ആ സമയത്ത് പേഷ്യന്റ് ടെക്നിക് ആണെങ്കിൽ ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ടു സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ മാസ്ക്. സിമ്പിൾ മാസ്ക് ആണെങ്കിൽ മിനിമം ഷുഡ് ബി 4, മാക്സിമം ഷുഡ് ബി 10. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മിനിമം ഷുഡ് ഓൾവേസ് ബി 4. 3-2 വെച്ച് സിമ്പിൾ മാസ്ക് വെക്കരുത്. കാരണം അങ്ങനെ വരുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡ് റീബിൽഡ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഷുഡ് ഓൾവേസ് ബി 4 to 10 സിമ്പിൾ മാസ്ക് കൊടുക്കേണ്ടത്. ആ സമയത്ത് മാസ്ക് വിത്ത് റിസർവോയർ ആണെങ്കിൽ ദെൻ ഇറ്റ് ഷുഡ് ബി മോർ ദാൻ 10 ലിറ്റേഴ്സിലായിരിക്കണം മാസ്ക് വിത്ത് റിസർവോയർ ഉപയോഗിക്കുന്നത്. കാരണം ആ റിസർവോയർ എന്ന് പറയുന്ന സാധനം, റിസർവോയർ എന്ന് പറയുന്ന കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, റിസർവോയർസ് നമ്മള് ഉപയോഗിക്കുന്ന സ്ഥലത്ത് റിസർവോയർ കംപ്ലീറ്റ്ലി ഫില്ലായിരിക്കണം. റിസർവോയർ കംപ്ലീറ്റ്ലി ഫില്ലാവാണ്ട് നമ്മൾ കയറി മാസ്ക് വെച്ചാൽ അല്ലെങ്കിൽ NRBM മാസ്ക് വയ്ക്കുമ്പോൾ അത് ഡീസാച്ചുറേറ്റ് ചെയ്യാനും സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ് 10 ലിറ്റേഴ്സിന്റെ മുകളിൽ തന്നെ മാസ്ക് വിത്ത് റിസർവോയർ ആണെങ്കിൽ വെക്കണം എന്ന് പറയുന്നത്. ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷനിലേക്ക് പോയിരിക്കുന്നത്, ബാഗ് ആൻഡ് മാസ്ക് നോർമലി ഉപയോഗിക്കുന്ന GCS ഡ്രോപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പേഷ്യന്റിന് സ്വയമായിട്ട് ബ്രത്ത് എടുക്കാൻ ചാൻസ് കുറവുള്ള സമയത്താണ് ബാഗ് ആൻഡ് മാസ്ക് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ നോർമലി ടാർഗറ്റ് ചെയ്യുന്നത് ഇസ് 15 ലിറ്റേഴ്സ് ആൻഡ് എബോവ്. ഐ ഹോപ്പ് ദിസ് കൺസെപ്റ്റ് ഇസ് ക്ലിയർ. നേസൽ പ്രോങ്സ് ആണെങ്കിൽ നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് പേഷ്യന്റ് സാച്ചുറേഷൻ ലോ പക്ഷെ അത്ര ടെക്നിക് അല്ലെങ്കിൽ സിമ്പിൾ മാസ്ക്, എനി പേഷ്യന്റ് വിത്ത് ടെക്നിക് സിമ്പിൾ മാസ്ക് ഇസ് ദ ചോയ്സ്. പക്ഷെ ആ സമയത്ത് പേഷ്യന്റ് ഡീസാച്ചുറേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് ടെക്നിക് ആണെങ്കിൽ മാസ്ക് വിത്ത് റിസർവോയർ ആണ് എപ്പോഴും ചിന്തിക്കേണ്ടത്. പേഷ്യന്റ് വർക്ക് ഓഫ് ബ്രീത്തിങ് കുറവാണ് എങ്കിൽ ദെൻ GCS ലോ ആണെങ്കിൽ ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഇൻറ്റുബേറ്റ് ചെയ്യേണ്ടി വരും. ദിസ് തിങ് ഓർത്തോളണം. അത് ഓരോ ലിറ്ററിന്റെ കാര്യവും ഓർത്തിരിക്കണം. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഇതിന്റെ കൂടെ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ. സംതിങ് ഉള്ളത് ABG, ചെസ്റ്റ് എക്സ്റേ ആൻഡ് എൻടൈലർ CO2. ചെസ്റ്റ് എക്സ്റേ എപ്പോഴും ഞാൻ പറഞ്ഞു, പേഷ്യന്റ് സ്റ്റേബിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ചെസ്റ്റ് ട്രോമ സസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് എക്സ്റേ ഉണ്ടായിരിക്കണം. ABG, if you have an option for ABG trauma patient, ABG is mandatory. എന്തുകൊണ്ടാണ് ട്രോമ പേഷ്യന്റ്, ഐ ഡോണ്ട് നോ എല്ലായിടത്തും ABG പോയിന്റ് ഓഫ് കെയർ ആയിട്ട് എപ്പോഴും ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഉണ്ടെങ്കിൽ ABG is mandatory. എന്തുകൊണ്ട്? What are the things that you are checking in ABG in trauma? എല്ലായിടത്തും ABG അവൈലബിൾ ആണോ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. അല്ല, ഓക്കെ ഫൈൻ. സോ ABG ഇത്രേ ഉള്ളൂ. ഞാൻ അപ്പോൾ അതിൽ ഡീറ്റെയിലേക്ക് പോകണില്ല. ട്രോമയിൽ ABGയുടെ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, pH ആണ്. ഡെഫിനറ്റ്ലി pH നോർമൽ ആണ്, അസിഡിമിക് ആണ്, ആൽക്കലിനിക് ആണ് നമ്മൾ നോക്കും. രണ്ടാമത് നമ്മുടെ കണ്ണ് പോകേണ്ട ഹൈപ്പോക്സി ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം ഓക്സിജൻ സാച്ചുറേഷൻ താഴ്ത്തു പോയിട്ടുണ്ടോ. ഈ ഓക്സിജൻ സാച്ചുറേഷൻ്റെ ഒപ്പം കാർബൺ ഡയോക്സൈഡും ബിൽഡ് ആയിട്ടുണ്ടെങ്കിൽ നാച്ചുറലി PCO2 കൂടിയിട്ടുണ്ടെങ്കിൽ ഇൻറ്റുബേഷൻ എപ്പോഴും ഏർലി ചിന്തിക്കണം. മൂന്നാമത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ലാക്ടേറ്റാ. ലാക്ടേറ്റിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് വെച്ചാൽ ഹൈപ്പർ ലാക്ടീമിയ അല്ലെങ്കിൽ ലാക്ടിക് ആസിഡോസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ദെൻ നാച്ചുറലി ദർ ഇസ് എ ഹീമോഡൈനാമിക് കോംപ്രമൈസിലേക്കും പോയി എന്നർത്ഥം. സോ നാച്ചുറലി ഹൈഡ്രേറ്റ് ചെയ്യാനും എവിടെയാണ് ബ്ലഡ് ലോസ് ഉണ്ടായിരിക്കണമെന്നും കണ്ടുപിടിക്കാൻ എപ്പോഴും ചിന്തിച്ചിരിക്കണം. ബൈകാർബണേറ്റ് ഇസ് ഓൾവേസ് എ ലെസർ ചാൻസേ വരുന്നുള്ളൂ. കാരണം അത് നോർമലി കോംപ്രമൈസ് എവിടെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ബൈകാർബ് കുറയുള്ളൂ. അക്യൂട്ട് ചേഞ്ചസ് മോസ്റ്റ്ലി ഉണ്ടാവുന്നത് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് ലാക്ടേറ്റ്. ഇത് മൂന്നുമാണ് നമ്മൾ ആദ്യത്തെ കണ്ടു പോകേണ്ടത്. ഇഫ് യു ഹാവ് എൻ ABG ഓപ്ഷൻ.
അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് വെന്റിലേഷന്റെ ഡിഫറെന്റ് മെത്തഡോളജി പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഡെഡ്ലി ഇൻ ട്രോമ. ഡെഡ്ലി ഇൻ ട്രോമ അല്ലെങ്കിൽ ചെസ്റ്റ് ട്രോമ എന്ന് പറയുന്നത് ഈ 4 കാര്യമാണ്. ഒന്ന് ന്യൂമോതൊറാക്സ്, ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് ന്യൂമോതൊറാക്സ്. രണ്ടാമത്തെ ഹീമോതൊറാക്സ്. മൂന്നാമത്തെ ഫ്ലെയിൽ ചെസ്റ്റ്. നാലാമത്തെ ട്രക്കിയോബ്രോങ്കിയൽ ഇഞ്ചുറി. അപ്പൊ ഞാൻ ഓരോന്നിനും ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ന്യൂമോതൊറാക്സ് എന്ന് വെച്ചാൽ എന്താ? എയർ പ്ലൂറയുടെ അകത്ത് ലങ്ങിൽ നിന്ന് ഓപ്പൺ അപ്പ് ആയി എയർ പ്ലൂറൽ സ്പേസിലേക്ക് പോവുകയും പ്ലൂറൽ സ്പേസിലെ എയർ ബിൽഡ് ചെയ്യലാണ് ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞ അർത്ഥം. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂമോതൊറാക്സ് ആൻഡ് ടെൻഷൻ ന്യൂമോതൊറാക്സ്? ന്യൂമോതൊറാക്സും ടെൻഷൻ ന്യൂമോതൊറാക്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? Difference between pneumothorax and tension pneumothorax. Any comments? Difference between pneumothorax and tension pneumothorax. Okay, I'll explain that. Just one sentence. Pneumothorax with hemodynamic compromise ആണ് tension pneumothorax എന്ന് വെച്ചാൽ. Pneumothorax with hemodynamic compromise എന്ന് വെച്ചാൽ ന്യൂമോതൊറാക്സിനൊപ്പം ഒരു ഹൈപ്പോടെൻഷൻ ഉണ്ടെങ്കിൽ അത് ടെൻഷൻ ന്യൂമോതൊറാക്സ് ആണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഇത്രയും ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ്? ഞാൻ നമുക്ക് മാനേജ്മെന്റിലേക്ക് വരാം, അപ്പോഴാണ് നമുക്ക് മനസ്സിലാകാൻ കുറച്ചും കൂടെ. സോ ന്യൂമോതൊറാക്സ് വിത്ത് ഹീമോഡൈനാമിക് കോംപ്രമൈസ് ആണ് ടെൻഷൻ ന്യൂമോതൊറാക്സ്. പിന്നെ ഹീമോതൊറാക്സ് ഉണ്ട്. ഹീമോതൊറാക്സ് മീൻസ് ബ്ലീഡിങ് ഒത്തിരി ഉള്ളത്. പിന്നെ ഫ്ലെയിൽ ചെസ്റ്റ്, പിന്നെ ട്രക്കിയോബ്രോങ്കിയൽ ഇഞ്ചുറീസ്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് ഹീമോതൊറാക്സ്? നിങ്ങൾക്ക് അറിയാം, ബ്ലീഡിങ് ഇൻ ടു ദ പ്ലൂറൽ സ്പേസ് ആണ് ഹീമോതൊറാക്സ്. ഫ്ലെയിൽ ചെസ്റ്റ് എന്താണ്? ഫ്ലെയിൽ ചെസ്റ്റ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, 2 or more സബ്സിക്വന്റ് റിബ്സ്. എന്നുവെച്ചാൽ നമുക്കൊരു റിബ് ഉണ്ട്, അടുത്തൊരു റിബ് ഉണ്ട്, അടുത്തൊരു റിബ് ഉണ്ട്. 2 or 2 കൂടുതലുള്ള റിബ്സിനെ 2 or അതിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഒടിഞ്ഞു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ നമ്മുടെ ഒരു റിബ് ആ ഒരു റിബിൽ തന്നെ 2 പ്രാവശ്യം 2 or 3 സ്ഥലങ്ങളിൽ ഒടിഞ്ഞേക്കണു. അതേപോലെ അടുത്ത റിബിന് അതേപോലെ ഒടിഞ്ഞേക്കണു. അടുത്ത റിബിൽ അതേപോലെ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഈ നടുക്കത്തെ പീസ് വേറെ എവിടെയായിട്ട് കണക്റ്റഡ് അല്ലാണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ 2 പീസ്, ആ നടുക്കത്തെ പീസുകൾ പേഷ്യന്റ് ബ്രത്ത് എടുക്കുമ്പോൾ പോകുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും. ബാക്കി ചെസ്റ്റ് മൂവ് ചെയ്യണ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഈ ഏരിയ, ഈ പെർട്ടിക്കുലർ റിബ് ഒടിഞ്ഞേക്കണ റിബ് ഏരിയ മൂവ് ചെയ്യണത്. അപ്പൊ ബേസിക്കലി അത് ലങ് ഇഞ്ചുറീസ് ഉണ്ടാക്കാൻ ഭയങ്കര ചാൻസും ഉള്ള അതാണ് ഈ ഫ്ലെയിൽ ചെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ട്രക്കിയൽ ബ്രോങ്കിയൽ ഇഞ്ചുറീസ്. അത് ബേസിക്കലി ട്രക്കിയൽ ബ്രോങ്കിയൽ ഇഞ്ചുറീസ് ഉണ്ടായി കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവാനും എയർവേ കോംപ്രമൈസ് വരാനും സാധ്യതയുണ്ട്. സോ ഇതാണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് ലങ്. സോ ഇഫ് യു ക്യാൻ സീ ദിസ് വൺ ലങ്, ഇതാണ് അതിന്റെ ചുറ്റുമുള്ള പ്ലൂറൽ സ്പേസ് ആണ് ഈ കാണുന്നത്. അതേപോലെ ഇതൊരു ലങ് ആണ്. ആ ലങ്ങിന് എയർ പുറത്തേക്ക് ലീക്ക് ഔട്ട് ചെയ്തിട്ട് നാച്ചുറലി പ്ലൂറൽ സ്പേസ് വലുതാകുകയും ഇതിനെ പോയി തള്ളുകയും ചെയ്യുവാണ് ഇവിടെ. സോ ഇതിവിടെ തള്ളുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ഹാർട്ടിലേക്കും പ്രഷർ കൊടുക്കുന്നു, ട്രക്കിയെ ഷിഫ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇത് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ഇത് പതുക്കെ നെഗറ്റീവ് മറ്റേ വീനസ് റിട്ടേൺ കുറയും, BP കുറയും. അങ്ങനെ ഹീമോഡൈനാമിക് കോംപ്രമൈസ് വരുമ്പോൾ ഇത് ടെൻഷൻ ന്യൂമോതൊറാക്സ് ആയി മാറും. അപ്പോൾ ടെൻഷൻ ന്യൂമോതൊറാക്സ് ആയി കഴിഞ്ഞാൽ ഈ എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, വാട്ട് ഇസ് വൈ ടെൻഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ഇഫ് ദിസ് ബിക്കംസ് ടെൻഷൻ, നാച്ചുറലി ആ ടെൻഷൻ റിലീവ് ചെയ്തില്ലെങ്കിൽ പേഷ്യന്റ് ഹൈപ്പോടെൻഷൻ പോയി കാർഡിയക് അറസ്റ്റ് പോകും. അപ്പൊ എങ്ങനെയാണ് ടെൻഷൻ ന്യൂമോതൊറാക്സ് മാനേജ് ചെയ്യേണ്ടത്? ടെൻഷൻ ന്യൂമോതൊറാക്സ് തോന്നിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ എയർ എൻട്രി ഇല്ല, പെർക്കഷൻ ഹൈപ്പർസെന്റ് ആണ്, പേഷ്യന്റ് ഹീമോഡൈനാമിക് കോംപ്രമൈസിലേക്ക് പോകുന്നു കണ്ടു കഴിഞ്ഞാൽ ടെൻഷൻ ന്യൂമോതൊറാക്സ് ആണ് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. ദെൻ ചെസ്റ്റ് എക്സ്റേ ഇസ് ഔട്ട് ഓഫ് ദ ഓപ്ഷൻ. ടെൻഷൻ ന്യൂമോതൊറാക്സിൽ ചെസ്റ്റ് എക്സ്റേക്ക് പോകേണ്ട, ക്ലിനിക്കൽ മാനേജ്മെന്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അങ്ങനെ ക്ലിനിക്കൽ മാനേജ്മെന്റ് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആകെ ആലോചിച്ചാൽ മതി, ഇതൊരു ബലൂണാണ്. പ്ലൂറൽ സ്പേസസ് ലൈക്ക് എ ബലൂൺ ഇങ്ങനെ വീർത്ത് വരുമ്പോഴത്തേക്കും ഇതാ എന്നെ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെ വീർക്കൽ നിർത്താൻ വേണ്ടി നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, ഒറ്റ കുത്തു ഇതിനകത്ത് ഒരു നീഡിൽ വെച്ച് കുത്തുക. ഇത് നാച്ചുറലി നീഡിൽ വെച്ച് കുത്തുമ്പോഴത്തേക്കും ഈ എയർ മൊത്തം പുറത്തേക്ക് ലീക്ക് ചെയ്യും. അങ്ങനെ ഈ ബലൂൺ എയർ റിലീസ് ആകുകയും ഇതിന്റെ സ്പേസ് ലങ്ങിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യും. സോ ഇതാണ് ടെൻഷൻ ന്യൂമോതൊറാക്സ് മാനേജ്മെന്റ്, ദിസ് കോൾഡ് ആസ് എമർജൻസി നീഡിൽ തൊറക്കോസ്റ്റമി. അപ്പം പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് സെക്കൻഡ് ഇന്റർകോസ്റ്റ് സ്പേസിലാണ് ചെയ്യാനാ പറഞ്ഞിരുന്നത്. ഇപ്പൊ അത് മാറി. നൗ ദ റെക്കമെൻഡേഷൻ ഇസ് ഫിഫ്ത്ത് ഇന്റർകോസ്റ്റ് സ്പേസ്. നമ്മൾ ICU ഇടുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോ നീഡിൽ ഡീകംപ്രഷൻ ചെയ്യേണ്ടത്. അപ്പൊ ഫിഫ്ത്ത് ഇന്റർകോസ്റ്റ് സ്പേസ് ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ആന്റിയർ ആക്സിൽ ലൈൻ. അപ്പൊ നമ്മൾ ആന്റിയർ ആക്സിൽ ലൈൻ വരയ്ക്കും, മിഡ് ആക്സിൽ ലൈൻ വരയ്ക്കും. അപ്പൊ ആന്റിയർ ആക്സിൽ ലൈനിന്റെ മിഡ് ആക്സിൽ ലൈനിന്റെ ഇടയിലാണ് നമ്മൾ നോർമലി ഫിഫ്ത്ത് ഇന്റർകോസ്റ്റ് സ്പേസിന്റെ അതിൽ കുത്തുന്നത്.
സോ ഇത് കുത്തുമ്പോൾ അതൊരു ട്രയാങ്കിൾ ഓഫ് സേഫ്റ്റി എന്ന് പറയും. ആ ഏരിയയിൽ കുത്തുമ്പോൾ നാച്ചുറലി അവിടെ വേറൊരു ഇഞ്ചുറീസ് വരാൻ ചാൻസ് കുറവാ, ആ എയർ പുറത്തേക്ക് ലീക്ക് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പേഷ്യന്റ് ആ ബലൂണിനെ നമ്മൾ ടെൻഷൻ ന്യൂമോതൊറാക്സിനെ സിമ്പിൾ ന്യൂമോതൊറാക്സ് ആക്കി മാറ്റുവാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ നീഡിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചില സമയത്ത് ക്യാനിലോ ചെയ്യാറുണ്ട്, ചിലപ്പോൾ നീഡിലോ ചെയ്യാറുണ്ട്, അത് അവിടെ തന്നെ വെക്കണം. കാരണം അത് എയർ പുറത്തേക്ക് പോകണം, അല്ലാണ്ട് ചുമ്മാ കുത്തി അപ്പം തന്നെ പുറത്തേക്ക് എടുക്കരുത്. ആ കുത്തി കുറച്ചു നേരം വെക്കണം, സോ ദാറ്റ് ആ എയർ ഉള്ളിലുള്ള ലീക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി. ദിസ് ഷുഡ് ബി ഫോളോഡ് ബൈ എൻ ICD ഇൻഫെക്ഷൻ. സോ ദിസ് പ്രൊസീജിയർ ഇസ് എൻ എമർജൻസി പ്രൊസീജിയർ വിച്ച് യു ഡു immediately to relieve tension pneumothorax. This should be followed by an ICD patient. അതാണ് എപ്പോഴും ഓർക്കാനുള്ളത്. സോ ഇതാണ് ഇത് നമ്മൾ നേരത്തെ ന്യൂമോതൊറാക്സ് പറഞ്ഞു. അതേപോലെ സംതിങ് കോൾഡ് സക്കിംഗ് ചെസ്റ്റ് വൂണ്ട്സ്. സക്കിംഗ് ചെസ്റ്റ് വൂണ്ട് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചെസ്റ്റിന്റെ മുമ്പിൽ ഒരു ഇഞ്ചുറി ഉണ്ട്, ഈ ഇഞ്ചുറി ഡീപ്പാണ്, ഈ ഇഞ്ചുറി ഡീപ്പായിട്ട് ഇത് പോയി പ്ലൂറയിൽ പോയി ഇഞ്ചുറി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം ശ്വാസം വലിക്കുമ്പോൾ അറ്റ്മോസ്ഫിയർ എന്നുള്ള എയറും ആ ഇഞ്ചുറി കൂടെ പ്ലൂറയ്ക്കകത്തേക്ക് വരുന്നു. അങ്ങനെ പ്ലൂറ ബലൂൺ പോലെ എക്സ്പാൻഡ് ചെയ്യും. സോ ബേസിക്കലി ഇറ്റ് ഇസ് സക്കിംഗ് ദ എയർ ഫ്രം ഔട്ട്സൈഡ്. അതുകൊണ്ടാണ് സക്കിംഗ് ചെസ്റ്റ് വൂണ്ട് എന്ന് പറയുന്നത്. സോ ആ എയർ പുറത്തുനിന്ന് അകത്തേക്ക് വലിച്ച് അവിടുത്തെ ബലൂൺ കൊടുക്കുകയും അത് ഇഞ്ചുറി വേഴ്സൺ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ സക്കിംഗ് ചെസ്റ്റ് വൂണ്ട് ഉണ്ടെങ്കിൽ നാച്ചുറലി ആ സക്കിംഗ് ചെസ്റ്റ് വൂണ്ടിനെ കവർ ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ 3-way അഡ്ഹസീവ് ടേപ്സ് ആണ് ഉപയോഗിക്കുന്നത്. 3-way അഡ്ഹസീവ് ടേപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും മെറ്റീരിയൽ ആയിക്കോട്ടെ, നമ്മൾ ഇപ്പൊ ഈവൻ നമ്മുടെ CSSD കവർ ചെയ്ത് വരുന്ന പാക്കറ്റ് ആണെങ്കിലും മതി, എന്തെങ്കിലും ഒരു സാധനം എടുക്കുക, അത് ഈ വൂണ്ടിന്റെ മുകളിൽ വെക്കുക, അതിന്റെ 3 സൈഡിൽ ടേപ്പ് ഒട്ടിക്കുക, ഒരു സൈഡ് ക്ലിയർ ആയിട്ട് വിടുക. ഇതിന്റെ ഉദ്ദേശത്തിനുള്ളൂ, ശ്വാസം വലിക്കുമ്പോൾ ഈ സാധനം ചെസ്റ്റോട് ഒട്ടിയിരിക്കും, അപ്പൊ നാച്ചുറലി ഇത് ആ എയർ അകത്തേക്ക് കയറില്ല. ശ്വാസം വിടുമ്പോൾ ഇത് പതുക്കെ റിലീസായിട്ട് എയർ പുറത്തേക്ക് പോകും. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ സക്കിംഗ് ചെസ്റ്റ് വൂണ്ടിന് അല്ലെങ്കിൽ ഓപ്പൺ ന്യൂമോതൊറാക്സ് ചെയ്യണതാണ് 3-way അഡ്ഹസീവ് ടേപ്പിംഗ്. സോ 3-way അഡ്ഹസീവ് ടേപ്പിംഗ് കൊണ്ട് ഉദ്ദേശം നമ്മൾ പുറത്തുനിന്നുള്ള എയർ അകത്തേക്ക് മൂവ് ചെയ്യണം, റെഡ്യൂസ് ചെയ്യലാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ദെൻ വി കം ടു പ്ലൂറൽ സ്പേസിലെ ബ്ലീഡിങ്. സോ ദാറ്റ് ഇസ് ഹീമോതൊറാക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞു, എന്താണ് ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞു, എന്താണ് ഓപ്പൺ ന്യൂമോതൊറാക്സ് അല്ലെങ്കിൽ ഓപ്പൺ സക്കിംഗ് വൂണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. Now the next thing is about hemothorax. Hemothorax is basically bleeding into the pleural space ആണ് hemothorax. അപ്പൊ ഹീമോതൊറാക്സിൽ ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നാച്ചുറലി അവിടെ ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്ത് ആ ബ്ലഡ് അവിടെ ക്ലോട്ട് ഉണ്ടാകുകയും, നോർമലി ഹീമോതൊറാക്സിന് അത് ക്ലോട്ട് ഉണ്ടാകുക ഇച്ചിരി ഡിലേഡ് ആണ്, കാരണം അവിടെ ഒരു മെറ്റീരിയൽ ഉണ്ട്, സോ ഇറ്റ് ഡസൻ ക്ലോട്ട് ഈസിലി. സോ ആ ബ്ലീഡിങ്ങിന്റെ അല്ലെങ്കിൽ ആ ബ്ലഡിന്റെ പ്രഷർ കാരണം ലങ്ങിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇറ്റ്സ് എ ഹ്യൂജ് ക്യാവിറ്റി. അപ്പൊ ആ ഒരു വലിയ ക്യാവിറ്റി ആയതുകൊണ്ട് അവിടെ എത്ര വേണമെങ്കിലും ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ അവിടെ ഒരു കംപ്രഷൻ ഉണ്ടാവാണ്ടിരിക്കുന്നതുകൊണ്ട് ആ സിമ്പിൾ ഹീമോതൊറാക്സ് മാസീവ് ഹീമോതൊറാക്സിലേക്ക് ആവാൻ സാധ്യതയുണ്ട്. അതിനകത്തൊരു ആർട്ടീരിയൽ ഇഞ്ചുറിയും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ദെൻ ദാറ്റ് വേഴ്സൻസ്. അപ്പൊ അതുകൊണ്ട് ഈ സാധനത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മളെപ്പോഴും ICD പ്ലേസ്മെന്റിലേക്ക് പോകും. ആൻഡ് ICD പ്ലേസ് ചെയ്യുമ്പോഴും നമ്മൾ ഗാർഡഡ് കൺട്രോൾഡ് ICD പ്ലേസ്മെന്റ് ആണ്. കാരണം ബ്ലീഡിങ് ഒത്തിരി റാപ്പിഡ്ലി പോകരുത്, അതും നമ്മൾ ശ്രദ്ധിച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത്. സോ ദിസ് ബേസിക്കലി ഇൻ നട്ട്ഷെൽ ടെൻഷൻ ന്യൂമോതൊറാക്സ് ആണെങ്കിൽ ഡിക്രീസ് അല്ലെങ്കിൽ ആബ്സെന്റ് ബ്രെത്ത് സൗണ്ട് ആയിരിക്കും, പെർക്കഷൻ ഹൈപ്പർ റെസൊണന്റ് ആയിരിക്കും, ട്രക്കിയൽ ഡീവിയേഷൻസ് ഉണ്ടാവാം, നെക്ക് വെയിൻസ് ഡിസ്റ്റൻഡഡ് ആയിരിക്കാം, പിന്നെ മൂവ്മെന്റ് എക്സ്പാൻഡബിൾ ഇമ്മൊബൈൽ ആയിട്ട് മൂവ്മെന്റ്സ് ഉണ്ടാവാം. മാസീവ് ഹീമോതൊറാക്സ് ആണെങ്കിൽ ബ്രെത്ത് സൗണ്ട്സ് ഡിക്രീസ്ഡ് ആയിരിക്കും, പെർക്കഷനിൽ ഡൾ ആയിരിക്കും, ട്രക്കിയ പൊസിഷൻ ചില സമയങ്ങളിൽ മിഡ് ലൈൻ തന്നെ നിൽക്കുന്നുണ്ടാവാം, നെക്ക് വെയിൻസ് കൊളാപ്സ്ഡ് ആയിരിക്കും, കാരണം ബ്ലീഡിംഗ് ആണ്, നെക്ക് വെയിൻസ് കൊളാപ്സ്ഡ് ആയിരിക്കും. So this is the basic difference between tension pneumothorax and pneumothorax. So in nutshell, what we have talked till now is, we have talked about what is the problem with chest injuries. We have talked about what is the difference between breathing and ventilation. What is the significance of breathing and ventilation? What is the significance of a proper airway tract? What is the significance of an alveolar capillary membrane or alveolar and capillaries? And what is the significance of RBC or hemoglobin in this? Then we have talked about what the different challenges that is there, that is hemothorax, tension pneumothorax, plain chest, open sucking wound, and hemothorax and massive pneumothorax. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഇതിന്റെ മാനേജ്മെന്റിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നതാണ് ഓക്സിജന്റെ ഡിഫറെന്റ് ഡെലിവറി ഡിവൈസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിൾ nasal prongs up to 4 liters, simple mass that is 4 to 10 liters, mass with reservoir that is more than 10 liters,
and AMBO bag or bag and mass ventilation that is more than 15 liters. ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ സംസാരിച്ചതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് ABG, ലാക്ടേറ്റ് ലെവൽസ്, ഞാൻ പറഞ്ഞ ഹൈപ്പർ ലാക്ടീമിയ, ലാക്ടിക് അസിഡോസും ചിന്തിച്ചിരിക്കണം. പിന്നെ എങ്ങനെ ടെൻഷൻ ന്യൂമോതറാക്സ് റിലീവ് ചെയ്യണം, നീഡിൽ തെറാക്കസ്റ്റമി ഇൻ ദ സിസ്റ്റിനോകോസ് സ്പേസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിന്റെ ICDയുടെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓപ്പൺ സക്കിംഗ് വൂണ്ട് ആണെങ്കിൽ നമ്മൾ 3-way അഡ്ഹസീവ് സീലിന്റെ കാര്യം സംസാരിച്ചു. പിന്നെ നമ്മൾ ചെസ്റ്റ് ട്യൂബ്സിന്റെ കാര്യം സംസാരിച്ചു. ചെസ്റ്റ് ട്യൂബ്സ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ചെസ്റ്റ് ട്യൂബ് പ്ലേസ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി അണ്ടർ വാട്ടർ സീ, എന്നുവെച്ചാൽ വെള്ളത്തിന്റെ അകത്തേക്ക് ഈ സാധനം മുങ്ങിയിരിക്കണം, ഇല്ലെങ്കിൽ അവിടെ നിന്നുള്ള എയറും തിരിച്ചു വലിച്ചെടുക്കും. സോ ICD ഷുഡ് ബി വിത്ത് ആൻ അണ്ടർ വാട്ടർ സീൽ. ഒന്ന്, ICD അണ്ടർ വാട്ടർ സീല് ചെസ്റ്റ് ലെവലിനെക്കാളും താഴെയായിരിക്കണം. അതും ഓർത്തോളണം. ദെൻ ഇൻറ്റുബേഷൻ ആവശ്യമുള്ള സമയത്ത് ഇൻറ്റുബേഷൻ കാര്യം ശ്രദ്ധിച്ചിരുന്നു. ന്യൂമോതറാക്സ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ഇൻറ്റുബേഷൻ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. ഇത്രയാണ് നമ്മൾ ബ്രീത്തിങ്ങിനെ കുറിച്ച് സംസാരിച്ചത്. ഇഫ് ദർ ഇസ് എനി ഡൗട്ട്സ് ഫീൽ ഫ്രീ ടു ആസ്ക്. I'll just pause for a minute. If there is any doubt, do ask. Sir, 3-way adhesive tape. Hello. പറഞ്ഞോളൂ. 3-way adhesive tape ഡയറക്ഷൻ വല്ലതും ഉണ്ടോ സാർ? ഏത് ഡയറക്ഷനിലാണ്? ഇല്ല, അങ്ങനെയില്ല. ബേസിക്കലി നമുക്ക് ഒരു സൈഡ് ക്ലിയർ ആക്കി ഇടണമെന്നേ ഉള്ളൂ. ഓക്കെ സാർ. നമ്മൾ ആ പുറത്തേക്ക് വരുന്ന എയർ പുറത്തേക്ക് പൊക്കോണം. നമ്മൾ 4 സൈഡ് ഒട്ടിച്ചു കഴിയുമ്പോൾ പ്രശ്നം പുറത്തേക്ക് എയർ പോകാൻ ഓപ്ഷൻ ഇല്ല. ഈ 3-way 3 സൈഡ് ഒട്ടിക്കുമ്പോൾ നമ്മൾ ബ്രത്ത് എടുക്കുമ്പോൾ ഇത് ആ ഇഞ്ചുറീനെ കവർ ചെയ്യും. ബ്രത്ത് പുറത്തേക്ക് ഇടുമ്പോൾ ഇത് ബ്രത്ത് അല്ലെങ്കിൽ എയർ പുറത്തേക്ക് പോകാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഇത് 3 സൈഡും ഒട്ടിക്കണം എന്ന് പറയുന്നത്, അല്ലാണ്ട് ഡയറക്ഷൻ സ്പെസിഫൈ ഇല്ല അതിന്. ഓക്കെ, താങ്ക് യു സർ. വേറെ എന്തെങ്കിലും ഇതിനെ കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ till now? സർ, ഈ നീഡിൽ തൊറാക്കോസ്റ്റമി നമ്മൾ ഏത് ഗ്രേറ്റ് നീഡിൽ വെച്ചിട്ടാണോ യൂസ് ചെയ്യുന്നത്? അത് പിന്നെ എത്ര നേരത്തേക്കിന് വെച്ചേക്കാം? ICD ട്യൂബ് ഇടണ്ട ഇന്റർവൽ എത്ര സമയത്തിനകം ചെയ്യണമെന്നുണ്ടോ? ആദ്യത്തെ പാർട്ട് ഞാൻ കേട്ടില്ല. നീഡിൽ തൊറാക്കോസ്റ്റമി ചെയ്യുമ്പോൾ അല്ല, അത് ലാർജ് ഗേജ് ക്യാനിൽ വെച്ചല്ലേ, അപ്പം ഒരു ഗ്രേ ക്യാനിൽ വെച്ചിട്ടാണെങ്കിലും ചെയ്യാമല്ലോ. ഗ്രേ ചെയ്യാം, ഗ്രീനും ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര ഇന്റർവൽ ഉണ്ടോ ICD ട്യൂബ് ഇടേണ്ട സമയം? ഇപ്പൊ നമുക്കിപ്പോ പെരിഫറിയിലൊക്കെ ആണെങ്കിൽ ഒരു ടെർഷ്യറി സെന്ററിലോട്ട് പോകാൻ വേണ്ടി അത് എത്ര നേരത്തേക്ക് വെക്കാമെന്നും എന്തെങ്കിലും ഉണ്ടോ സർ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യം. ഇപ്പൊ നീഡിൽ നമ്മൾ ചെയ്തു, നീഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നീഡില് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. എന്നുവെച്ചാൽ ഈ ക്യാനില, ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ക്യാനില ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഈ നീഡിലിന്റെ നമ്മൾ ക്യാനില ക്യാനിലയുടെ നമ്മുടെ അറ്റത്തൊരു പാർട്ടിലാണ് നീഡിലുള്ളത്. എന്നുവെച്ചാൽ ക്യാനിലയുടെ ആ ഒരു പ്ലാസ്റ്റിക് ഭാഗത്തിന്റെ അപ്പുറത്തൊരു നീഡിലുണ്ട്. ഇത് നമ്മൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നാച്ചുറലി അവിടെ ഒരു ഓപ്പണിംഗ് കിട്ടും. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലങ് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ ഇത് ചെന്ന് ഈ നീഡിൽ കൊള്ളാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് അടുത്തൊരു ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു പൊടിക്ക് ഇത് പുറത്തേക്ക് വലിക്കണം. പുറത്തേക്ക് ഒരു പൊടിക്ക് വലിക്കുമ്പോഴത്തേക്കും ഈ സാധനത്തിന്റെ പ്ലാസ്റ്റിക്കിന്റെ അകത്തായിരിക്കും നീഡിലെ ടിപ്പ്. പക്ഷെ ഈ നീഡിൽ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇത് സ്റ്റൗട്ട് ആയിട്ടിരിക്കും. ഈ സ്റ്റൗട്ട് ആയിട്ട് ഇരിക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ സാധനം ബെൻഡ് ആവില്ല, ലങ്ങിന് എക്സ്പാൻഡ് ചെയ്യാൻ ഓപ്ഷനും ഉണ്ട്. ഇത് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പുറത്തൊന്ന് ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് ട്രാൻസ്പോർട്ട് ചെയ്യാം. നീഡിൽ ചുമ്മാ കുത്തി നമ്മൾ റിലീസ് ചെയ്യുന്ന നേരെ ട്രാൻസ്പോർട്ട് ചെയ്യരുത്, ആ ന്യൂമോതറാക്സ് വേഴ്സൺ ചെയ്യും. സോ മേക്ക് ഷുവർ, ഇഫ് പോസിബിൾ ഓൾവേസ് മേക്ക് ഷുവർ ദർ ഇസ് എ നീഡിൽ ഇൻ പ്ലേസ് വൈൽ ട്രാൻസ്പോർട്ട്. ആ നീഡിലിന് ഏറ്റവും നല്ലത് ഇതേപോലെ വച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുൾ ഔട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു വെക്കുക. സോ ദാറ്റ് ആ ഒരു സ്റ്റൗട്ട്നെസ് അതിൻ്റെ അകത്ത് നിൽക്കും. ആ നീഡിൽ പുറത്തേക്ക് നിൽക്കാത്തതുകൊണ്ട് അതിൽ അങ്ങനെ ഇഞ്ചുറി ചെയ്യില്ല. പ്ലാസ്റ്റിക് പാത്രം പുറത്തേക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ ഇഞ്ചുറി ചെയ്യില്ല. ആൻഡ് ഇറ്റ് ഹാസ് എൻ ഓപ്ഷൻ ടു മേക്ക് ഷുവർ ദാറ്റ് ന്യൂമോതറാക്സ് മാത്രമായിട്ട് നിൽക്കും, ടെൻഷനിലേക്ക് പോകാണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു സർ. പിന്നെ അത് ഡെഫിനറ്റ്ലി ഇഫ് ആൻ ഓപ്ഷൻ ഫോർ ICD അതിലൊപ്പം തന്നെ ICD ഇടണം. അതിൽ ഓപ്ഷൻ ഇല്ലെങ്കിൽ ഫിക്സ് ചെയ്തിട്ട് വേണം ഷിഫ്റ്റ് ചെയ്യാൻ. അത് ഓർത്താൽ മതി. ഓക്കെ, താങ്ക് യു സർ. Any doubts at this point? Okay, fine. So that's basically about breathing. Now we move on to the most wide area, that is circulation. Circulation is the most extensive part or most ഏറ്റവും കൂടുതൽ അഡ്വാൻസ്മെന്റ്സ് നടന്നേക്കുന്ന സ്ഥലമാണ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. സർക്കുലേഷനിൽ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന സർക്കുലേഷൻ ഓൺലി അബൌട്ട് ബ്ലഡ് പ്രഷർ. ഒന്നും, സർക്കുലേഷൻ ഇസ് അബൌട്ട് RBCs. അതാണ് എപ്പോഴും ഓർക്കേണ്ടത്.
സർക്കുലേഷൻ ഇസ് ഓൾ അബൌട്ട് ഹീമോഗ്ലോബിൻ. നമുക്ക് BP ഉണ്ടാവണം, ഹാർട്ട് റേറ്റ് ഉണ്ടാവണം, ഹീമോഗ്ലോബിൻ ഉണ്ടാവണം. ഇത് മൂന്നുമാണ് പ്രൈമറി. നാലാമത്തെ ഇത് കൊണ്ടു നടക്കാനുള്ള ബ്ലഡ് വെസൽ ഉണ്ടാവണം. ബ്ലഡ് വെസലിൽ അവിടെ ഇഞ്ചുറി ഉണ്ടാവരുത്. അഞ്ചാമത്തത് ഇതിനകത്ത് ഇത് പമ്പ് ചെയ്യാനുള്ള ഹാർട്ട് ഉണ്ടാവണം. ഈ 5 സാധനം പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ സർക്കുലേഷൻ അഡിക്വേറ്റ് ആവുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം. ഫോർ എ സർക്കുലേഷൻ ദർ ഷുഡ് ബി എ പമ്പിംഗ് ഹാർട്ട്, എ പ്രോപ്പർ BP and heart rate, then a proper hemoglobin level and proper blood vessel which is not leaky. ഈ 5 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം when it comes to circulation. ഇതിനകത്ത് എന്തെങ്കിലും പലപ്പോഴും ഉണ്ടാവുന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ പലപ്പോഴും ഉണ്ടാവുന്ന പ്രോബ്ലം പേഷ്യന്റ് ആഡ് an RTA outside hospital or patient had an RTA. ആ ഒരു പോയിന്റിൽ there is an injury and there is an extensive bleeding that has happened. പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ തന്നെ പേഷ്യന്റ് 1 ലിറ്റർ ബ്ലഡ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ 1.5 ലിറ്റർ ബ്ലഡ് പോയിട്ടുണ്ട്. നമ്മൾ ആ പേഷ്യന്റിന് ബ്ലഡ് പോയത് നമ്മുടെ മനസ്സിലുണ്ട്, നമുക്കറിയാം ബ്ലഡ് പോയിട്ടുണ്ടെന്ന്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് 1.5 ലിറ്റർ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാണിച്ചാലും പേഷ്യന്റ് നമുക്ക് ഹ്യൂമൻ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് വെച്ചാൽ ആ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ച് എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് മനസ്സിൽ ആലോചിക്കാം. സോ ഇതാണ് സർക്കുലേഷന്റെ ഒരു ബേസിക് പറയുകയാണെങ്കിൽ. സോ ഈ ഞാൻ ഓൾറെഡി പറഞ്ഞു, RBCയുടെ കാര്യമൊക്കെ പറഞ്ഞു. സോ ഇതിന്റെ സാധനങ്ങൾ വരുമ്പോൾ any patient who is confused, think about hypertension, think about reduced RBC, pulse rate, central pulse, peripheral pulse, capillary refill, BP, decrease urine output, skin color, ഇങ്ങനെ പല കാര്യങ്ങളാണ് നോർമലി പെർഫ്യൂഷൻ കോംപ്രമൈസിനെ കുറിച്ച് നമ്മൾ പറയാറുള്ളത്. ഇതിനകത്ത് ആകെ ഇതിനകത്ത് ഇത് ഇന്റർനാഷണൽ ഗൈഡ് ആകെ ഇതിനകത്ത് എനിക്ക് സ്കിൻ കളർ മാത്രമാണ് ഇന്ത്യൻ സിനാരിയോയിൽ അത്ര ഭയങ്കര വൈറ്റിഷ് പേഷ്യൻസ് ആൾക്കാരാണെങ്കിൽ മാത്രമേ ഉള്ളൂ സ്കിൻ കളർ പെട്ടെന്ന് മാറുന്നത് നമ്മൾ കാണാറുള്ളത്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീറ്റിഷ് സ്കിൻ ടോണുകളിൽ അത് കണ്ടുപിടിക്കാൻ ഇത്തിരി പാടാണ്. പക്ഷെ നമുക്ക് ഹാർട്ട് റേറ്റ്, പൾസ്, ട്രോമ പേഷ്യന്റ് ഏറ്റവും ആദ്യം നോക്കേണ്ട പൾസ് ഏതാ? ട്രോമ പേഷ്യന്റ് ഏറ്റവും ആദ്യം ക്ലിനിക്കലി നോക്കേണ്ട പൾസ് ഏതാ? ഫെമറൽ, ഫെമറൽ. വേറെന്തെങ്കിലും? ഇസ് ഓൾവേസ് ചാറ്റ് കൊണ്ടിട്ടുള്ള കൂടെ നോക്കിയേക്കാം. ഇറ്റ്സ് ഓൾവേസ്, ഐശ്വര്യ പറഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ഡോർസാലിസ് പിഡിസ്. കാരണം ഞാൻ ഇപ്പൊ പേഷ്യന്റ് ബോധമുള്ള ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ പേഷ്യന്റ് സെമി കോൺഷ്യസ് ആണെങ്കിൽ ഞാൻ പേഷ്യന്റ് അടുത്ത് ആദ്യം സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്റെ കൈ നോക്കേണ്ട ഡോർസാലിസ് പിഡിസ് ആയിരിക്കും. കാരണം ഇഫ് ദ ഡോർസാലിസ് പിഡിസ് പൾസ് ഇസ് പ്രസന്റ് then it is invariably patient systolic BP is more than 90. അപ്പം നമുക്ക് അപ്പം തന്നെ ഒരു ഐഡിയ ഉണ്ട് പേഷ്യന്റ് ക്ലിനിക്കൽ സ്റ്റാറ്റസ് എന്തായിരിക്കും എന്നുള്ളത്. അതിനപ്പോൾ ആ ഡോർസാലിസ് പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം ടക്കിക്കാർഡി കാണോ അല്ലയോ എന്നുള്ളത്. സോ അതിന്റെ ഒപ്പം തന്നെ എനിക്ക് പെർഫറീസ് ഒന്ന് ഫീൽ കിട്ടും, പേഷ്യന്റ് കോൾഡ് ആണോ ക്ലാമി ആണോ എന്നുള്ളതൊക്കെ. സോ ഡോർസാലിസ് പീഡിയസ് പൾസ് പാൽപേഷൻ will give me a clue about pulse rate, will give me a clue about somewhat about BP, and will give me a clue about cold clammy extremity. So that invariably gave me a clue about what the circulation status is. So അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ സർക്കുലേഷനിൽ എപ്പോഴും ഡോർസാലിസ് പീഡിയസ് വെച്ച് തുടങ്ങണം എന്ന് പറയുന്നത്. അത് തുടങ്ങിയിട്ടാണ് നമ്മൾ ബാക്കി ക്ലിനിക്കൽ എക്സാമിനേഷനിലേക്ക് പോകുന്നത്. സോ ഓൾവേസ് സർക്കുലേഷൻ നമ്മൾ പറയണമെന്ന് വെച്ചാൽ ലുക്ക് എക്സ്റ്റേണലി എന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ ബ്ലീഡിങ് എപ്പോഴും എവിഡന്റ് എക്സ്റ്റേണൽ ബ്ലീഡിങ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിരിക്കണം. എവിടെ നിന്നെങ്കിലും ആക്റ്റീവ് ബ്ലീഡിങ് ഉണ്ടോ, എവിടെ നിന്നെങ്കിലും ബ്ലഡ് ലോസുകൾ ഉണ്ടാകുന്നുണ്ടോ, അത് ആദ്യം നോക്കിയിരിക്കണം. അത് ക്യാൻ ബി ഫ്രം ആൻ ആക്റ്റീവ് ആർട്ടറി ആകാം, അല്ലെങ്കിൽ ക്യാൻ ബി ഫ്രം വീനസ് ഇഞ്ചുറി ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രം ഒരു ഓപ്പൺ ഫ്രാക്ചർ ആയിരിക്കാം, എവിടെ നിന്നാണെങ്കിലും ആയിരിക്കാം. സോ അത് ഞാൻ എപ്പോഴും ഓർത്തിരിക്കണം. ദെൻ ഐ എക്സാമിൻ ഫോർ ദ നെക്ക്. കാരണം ഡിസ്റ്റൻഡ് നെക്കും ആകാം, ഫ്ലാറ്റ് നെക്കും ആകാം. വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഫ്ലാറ്റ് നെക്ക് ആണെങ്കിൽ ഡിഫറൻഷ്യൽ, ഡിസ്റ്റൻഡ് നെക്ക് ആണെങ്കിൽ ഡിഫറൻഷ്യൽ. Flat neck, distended neck, difference. Distended neck is tension pneumothorax. Flat neck is hemothorax. ഒന്നുകൂടെ പറയാമോ? I just missed it in between. Distended veins are tension pneumothorax, and Okay, flat neck is tension pneumothorax. hemothorax. Okay, so distended is pneumothorax and flat neck is hemothorax or hypovolemia. Hemothorax മാത്രമല്ല hypovolemia also. So flat neck ആയിട്ട് കാണുവാണെങ്കിൽ any blood loss or anywhere can produce flat neck. Distended neckന് രണ്ട് ഡിഫറൻഷ്യൽ ഉണ്ട്. You told one. Pneumothorax is one. What is the other difference?
tamponade. Cardiac So tamponade. excellent. So it is distended neck is cardiac tamponade and pneumothorax. Flat neck is hemothorax or any hemodynamic, any hypertension can produce flat neck. So rule out all this examination, examine the abdomen, examine the chest, pelvis, long bone, every examination is important. Why? നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ബേസിക് ഡിക്റ്റം ഫോർ സർക്കുലേഷൻ ലുക്ക് ഓൺ ദ ഫ്ലോർ ആൻഡ് ലുക്ക് 4 more. അതിപ്പോ മാറി 5 more ആയി മാറി. എന്തൊക്കെയാണ്? വേർ ഓൾ പേഷ്യന്റ് ക്യാൻ ഹാവ്, and I know I can ask one more doubt. What are the different types of shock? Different types of shocks ഏതൊക്കെയാണ്? Hypovolemic. Hypovolemic, Cardiogenic shock. ഒന്നുകൂടെ പറഞ്ഞ I did not hear. Hypovolemic is one. Cardiogenic. Cardiac shock. Cardiogenic, Neurogenic shock. Septic. ന്യൂറോജനിക് അല്ലാണ്ടൊന്നും വേറെ എന്തെങ്കിലും ഉണ്ടോ? Neurogenic. ന്യൂറോജനിക്കിനെ മൊത്തത്തിൽ ന്യൂറോജനിക് is one part of that shock. Septic shock. That is also one part of dash shock. Distributive shock. Excellent. Distributive. So neurogenic and septic is part of distributive shock. So normally 4 shock ആണുള്ളത്. Hypovolemic, obstructive, cardiogenic, distributive. Hypovolemic, obstructive, cardiogenic and distributive. അങ്ങനെ 4 ഷോക്ക് ഉള്ളത്. ട്രോമയിൽ ഏതൊക്കെ ഷോക്ക് ഉണ്ടാവും? Hypovolemic. നമ്മൾ Hypovolemic shock. ട്രോമയിൽ ഏതൊക്കെ ഉണ്ടാവും? Hypovolemic. Hypovolemic. Will obstructive, cardiogenic, distributive happen in trauma? Trauma is one situation or all these 4 shocks happen. So in trauma, hypovolemic happens because of hemorrhage. Obstructive happens because of tension pneumothorax and cardiac tamponade. Cardiogenic happens because of a direct myocardial contusion and direct chest trauma, which can produce myocardial contusion. Distributive happens because of neurogenic shock or spinal cord injury. Clear ano? So in trauma, there can be hypovolemic or hemorrhagic shock, obstructive due to cardiac tamponade or tension pneumothorax, cardiogenic because of direct myocardial contusions, and distributive because of neurogenic. ഇങ്ങനെ 4 കാണുന്ന ഏറ്റവും പെക്യുലർ ടൈപ്പ് ഓഫ് ഇഞ്ചുറിയാണ് ട്രോമ. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഹൈപ്പോവോളമിക് മാത്രമാണ് നമ്മൾ മാനേജ് ചെയ്യണത്. നമ്മൾ ഷോക്ക് കാണുമ്പോൾ തന്നെ മാനേജ് ചെയ്യണത് only at one angle, that is hypovolemic. അങ്ങനെ അല്ല, all this component comes in. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബ്രീത്തിങ്ങിൽ തന്നെ ഇപ്പൊ നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷനിൽ എപ്പോഴും പറയുന്നത് വെച്ചാൽ നമ്മൾ എ കഴിഞ്ഞു ബി, നമ്മൾ ആദ്യം എ തന്നെ നമ്മൾ എക്സ്റ്റേണൽ എക്സാഞ്ചുനേഷൻ എക്സിൽ തന്നെ നമ്മൾ ബ്ലീഡിങ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ ബി പാർട്ടിൽ ബ്രീത്തിങ്ങിൽ നമ്മൾ ഹീമോത്രാക്സിനെ മാനേജ് ചെയ്തു, ടെൻഷൻ ഹ്യൂമോത്രാക്സിനെ മാനേജ് ചെയ്തു, വൺ പാർട്ട് ഓഫ് ഒബ്സ്ട്രക്റ്റീവ്. ഇനി നമ്മൾ ഒബ്സ്ട്രക്റ്റീവിന്റെ അതർ പാർട്ട് ഇസ് കാർഡിയക് ടാംപോണേറ്റ്. ആ കാർഡിയക് ടാംപോണേറ്റ് ആദ്യത്തെ ക്ലൂ ആണ് ഡിസ്റ്റൻഡ് നെക്ക്. രണ്ടാമത്തെ ക്ലൂ എന്താ? വാട്ട് ഇസ് ബെക്സ് ട്രയാഡ് ഓഫ് കാർഡിയക് ടാംപോണേറ്റ്? ബെക്സ് ട്രയാഡ് ഓഫ് കാർഡിയക് ടാംപോണേറ്റ്. ഞാൻ ഐ എം ട്രൈങ് ടു ഡിസ്കസ് ഇൻ സച്ച് എ വേ ദാറ്റ് എനിക്ക് വേറെ അൾട്രാസൗണ്ടോ എക്കോ മെഷീൻസോ എക്സ്റേ ഒന്നും ഇല്ലാത്തൊരു പോയിന്റിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. Beck's triad is basically 3 things, that is distended neck veins, muffled heart sound and hypotension. Okay, this is Beck's triad. So അപ്പൊ ഞാൻ ഡിസ്റ്റൻഡ് നെക്ക് വെയിൻസ് കാണുമ്പോൾ അടുത്ത എന്റെ മനസ്സ് പോകേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു 2 കാര്യമാണ്. ഒന്ന് ന്യൂമോയും കാർഡിയക് ടാംപോണേറ്റും, ടെൻഷൻ ന്യൂമോയും കാർഡിയക് ടാംപോണേറ്റും. ഞാൻ ഇപ്പൊ 2 സൈഡിൽ ഓൾറെഡി ബ്രീത്തിങ്ങിൽ ഓസ്കൾട്ടേറ്റ് ചെയ്തു, എനിക്ക് അത്ര വലിയ ടെൻഷൻ ന്യൂമോ തോന്നുന്നില്ലെങ്കിൽ അടുത്ത എന്റെ ഓസ്കൾട്ടേഷൻ പോകേണ്ട S1 S2 ആണ്. എനിക്ക് S1 S2 മഫിൾഡ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ എന്റെ മനസ്സ് പോകേണ്ടത്, ആൻഡ് പേഷ്യന്റ് BP ലോ ആണെങ്കിൽ എന്റെ മനസ്സ് പോകേണ്ടത് ഇറ്റ് ഷുഡ് ബി എ കാർഡിയക് ടാംപോണേറ്റ്. അപ്പോ കാർഡിയക് ടാംപോണേറ്റ്, ഡിസ്റ്റൻഡ് നെക്ക് വെയിൻസ്, ഹൈപ്പോടെൻഷൻ ആൻഡ് മഫിൾഡ് ഹാർട്ട് സൗണ്ട്.
അപ്പം ഇങ്ങനത്തെ ഒരു പോയിന്റിൽ നമ്മൾ എന്താണ് അടുത്ത ചെയ്യേണ്ടത്? ഇറ്റ്സ് എ ബിഗ് തിങ്. നമ്മൾ എന്തായാലും ഒരു 12 EDC എടുക്കുക. 12 EDCGയിൽ വാട്ട് ഇസ് ദ ക്ലിനിക്കൽ അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഫൈൻഡിങ് ഇൻ 12 EDCG? എനിക്ക് എക്കോ മെഷീൻ ഇല്ല, എനിക്ക് കാർഡിയക് ടൈമുള്ളത് ഉറപ്പിക്കാൻ വേറെ സാധനങ്ങളൊന്നുമില്ല. only thing I have is ECG. എന്താണ് ECGയിൽ എനിക്ക് കിട്ടാൻ പോണത്? ഇലക്ട്രിക്കൽ ഓൾട്ടറൻസസ് ഡയറക്ട്ലി കിട്ടണമെന്നില്ല. ഇലക്ട്രിക്കൽ ഓൾട്ടറൻസസ് കിട്ടുന്നത് മോസ്റ്റ്ലി മയോകാർഡിയൽ കണ്ടീഷൻസിലാണ് കൂടുതൽ കിട്ടാൻ ചാൻസ്. ടാംപോണേറ്റിൽ എന്തായിരിക്കും കിട്ടുന്നത്? Low volume QRS complex. Yes, low volume QRS complex or called as low voltage complex. So what is cardiac tamponade? ഹാർട്ടിന്റെ ചുറ്റും ബ്ലഡ്. ഈ ഹാർട്ടിന്റെ ചുറ്റും ബ്ലഡ് വരുമ്പോൾ ഞാൻ ചെസ്റ്റ് ലീഡ്സ് അതിന്റെ മുകളിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ ECG ലീഡ്സ് വെക്കുമ്പോൾ ഹാർട്ടിൽ നിന്നുള്ള ലീഡിലേക്കുള്ള സ്ഥലം മൂവ്മെന്റ് കണ്ടക്ഷൻ ചെറിയ മഫിൾഡ് ആയിട്ട് വരികയും വോൾട്ടേജ് കോംപ്ലക്സിന്റെ QRS കോംപ്ലക്സ് അല്ലെങ്കിൽ വോൾട്ടേജ് QRS സൈസ് ചെറുതാകുകയും ലെസ് ദാൻ 5 സ്മോൾ ബോക്സ് ആകുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ലോ വോൾട്ടേജ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ECG ഇസ് എ ടോട്ടലി ഡിഫറെന്റ് ചാപ്റ്റർ. ഞാനത് ഇപ്പൊ ഡീറ്റെയിലിൽ പോകുന്നില്ല. പക്ഷെ എന്റെ ക്ലിനിക്കൽ സൈനിൽ എനിക്ക് ഡിസ്റ്റൻഡ് നെക്ക് വെയിൻസും എനിക്ക് മഫിൾഡ് ഹാർട്ട് സൗണ്ടും ഹൈപ്പോടെൻഷനും കിട്ടുകയും ഞാൻ ഇതിനകത്ത് ഒരു 12 EDC എടുത്തപ്പോൾ എനിക്കൊരു ലോ വോൾട്ടേജ് കോംപ്ലക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഇസ് കാർഡിയക് ടാംപോണേറ്റ്. അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. പേഷ്യന്റ് എപ്പോ ആണെങ്കിലും കാർഡിയക് അറസ്റ്റിൽ പോവാം. അവിടെ അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പെരികാർഡിയൽ സെന്റൻസ് ചെയ്യാം. ഞാൻ എഗെയിൻ പറയാം, അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പെരികാർഡിയൽ സെന്റൻസ് ചെയ്യാം. ഞാൻ ആദ്യത്തെ പെരികാർഡിയൽ സെന്റൻസ് ചെയ്യുമ്പോൾ ഞാൻ PG സമയത്താണ് ആദ്യത്തെ പെരികാർഡിയൽ സെന്റൻസ് ചെയ്യണത്. ഞാൻ എക്കോ മെഷീൻ ഇല്ലാണ്ടാ ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അതൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് എക്കോ മെഷീൻസ് ഉള്ളപ്പോഴാണ് നമ്മൾ പെരികാർഡിയൽ സെന്റൻസ് ചെയ്യാറുള്ളത്. ഒന്നും സിറ്റുവേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോ ഞാൻ അതിന്റെ ഇപ്പൊ ഡീറ്റെയിൽ ഞാൻ മേ ബി ഇതിന്റെ സബ്സിക്വന്റ് സ്ലൈഡ്സിൽ എവിടെയെങ്കിലും ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം എങ്ങനെ ഹൗ ഡു യു ഡു ഇറ്റ്. പക്ഷെ പെരികാർഡിയൽ സെന്റൻസസ് ഈ 3 സാധനം പ്ലസ് ECGയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പോകേണ്ടത് is a cardiac tamponade, then the option is pericardial. So that is about obstructive shock. Hypolemic ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹൈപ്പോളമിക് ഷോക്കിന്റെ എപ്പോഴും നമ്മൾ അടുത്ത ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഹൈപ്പോളമിക് ഷോക്ക് ഇസ് ഡിവൈഡഡ് ഇൻടു 2, എക്സ്റ്റേണൽ ഹൈപ്പോളിയമ ആൻഡ് ഇന്റേണൽ ഹൈപ്പോളിയമ. എക്സ്റ്റേണൽ ഹൈപ്പോളമിക് ഷോക്ക് എന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റേണൽ ഹെമറേജ് കാണാം. എന്നുവെച്ചാൽ പുറത്ത് ഇഞ്ചുറി ചെയ്തിട്ട് പുറത്തേക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് എക്സ്റ്റേണൽ ഇഞ്ചുറി, എക്സ്റ്റേണൽ ഹെമറാജിക് ഷോക്ക്. അത് നോർമലി ലോങ് ബോൺ ഫ്രാക്ചേഴ്സ് ഉണ്ടാകുമ്പോൾ അതൊരു ഓപ്പൺ ഫ്രാക്ചർ ആണെങ്കിൽ പുറത്തേക്ക് കാണാം, ഒരു ആർട്ടിൽ ഇഞ്ചുറി ആണെങ്കിൽ പുറത്തേക്ക് കാണാം, അങ്ങനത്തെ പല സ്ഥലങ്ങളും കാണാം. പക്ഷെ മിസ്സാവുന്ന ചില സ്ഥലങ്ങളിൽ നിന്നാണ് ഇന്റേണൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും കോമൺലി കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹീമോതെറാപ്പി. രണ്ടാമത് കാണാറുള്ള സാധനമാണ് ഹീമോപെരിട്ടോണിയം. മൂന്നാമത് കാണുന്നതാണ് പെൽവിക് ഫ്രാക്ചേഴ്സ് വിത്ത് എ പെൽവിക് ഏരിയയിൽ ബ്ലഡ് കളക്ട് ചെയ്യൽ. നാലാമത്തെ കാണുന്നതാണ് ക്ലോസ്ഡ് ലോങ് ബോൺ ഫ്രാക്ചർ ലൈക്ക് ഫീമർ ഓർ ഹ്യൂമർ, ക്ലോസ്ഡ് നോട്ട് ഓപ്പൺ, അപ്പൊ പുറത്തേക്ക് ബ്ലീഡിങ് കാണില്ല. അഞ്ചാമത് കാണുന്നതാണ് മാക്സിലോഫേഷ്യൽ ഇഞ്ചുറീസ് വിത്ത് നോട്ട് മച്ച് ബ്ലീഡിങ് ഔട്ട്സൈഡ്. ഇങ്ങനെ 5 ഏരിയയിലുള്ള ഇഞ്ചുറീസിൽ നമുക്ക് ഹീമോതെറാക്സ് അല്ലെങ്കിൽ ഹൈപ്പോളമിക് ഷോക്സ് കാണാം. ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ അഗെയിൻ. Hypolemic shock can be broadly conceptualized divided into internal hemorrhagic shock and external hemorrhage. External hemorrhage is what you see outside. That can be from an arterial injury that is going outside and venous cut ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡീഗ്ലോവിംഗ് ഇഞ്ചുറി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഫ്രാക്ചേഴ്സ് ആയിരിക്കാം. ഇത് പുറത്ത് നമുക്ക് കാണാം. ഇന്റേണലി നമ്മൾ മിസ്സാകുന്ന അല്ലെങ്കിൽ ഇന്റേണൽ ഹെമറേജ് കോമൺലി മിസ്സാവുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ഇസ് ഹീമോതെറാക്സ്, 2 ഇസ് ഹീമോപെരിട്ടോണിയം, 3 ഇസ് പെൽവിക്, 4 ഇസ് ക്ലോസ്ഡ് ലോങ് ബോൺ ഫ്രാക്ചേഴ്സ് ലൈക്ക് ഹ്യൂമറസ് ആൻഡ് പെൽവസ്, ഹ്യൂമറസ് ആൻഡ് ഫീമർ, ആൻഡ് 5ാമത്തത് ഇസ് മാക്സിലോഫേഷ്യൽ ഇഞ്ചുറീസ്. ഇങ്ങനെ 5 ഏരിയയിലെ ഇഞ്ചുറീസ് നമുക്ക് ഹീമോതെറാക്സ് അല്ലെങ്കിൽ ഹൈപ്പോവോളിയമ ഉണ്ടാക്കാം. ഇനി 6ാമത്തെ അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഹെമറാജിക് ഷോക്ക്, ഹൈപ്പോളമിക് ഷോക്കിനെ കുറിച്ച് പറഞ്ഞു, ഒബ്സ്ട്രക്റ്റീവ് ഷോക്കിനെ കുറിച്ച് പറഞ്ഞു. 3ാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനമാണ് നമ്മുടെ അടുത്ത ഷോക്ക് which is about cardiogenic shock. Cardiogenic ഷോക്കിലാണ് ഡയറക്റ്റ് ചെസ്റ്റ് വാൾ ഇഞ്ചുറീസ്, ഡയറക്റ്റ് ഹാർട്ടിനുള്ള കണ്ടീഷൻ.
അങ്ങനെ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ECGക്കകത്ത് ഇലക്ട്രിക്കൽ ആൾട്ടർ. ഒരു ഹൈ വോൾട്ടേജ്, ഒരു ലോ വോൾട്ടേജ്, ഒരു ഹൈ വോൾട്ടേജ്, ഒരു ലോ വോൾട്ടേജ്, അങ്ങനെ മാറി മറിഞ്ഞിരിക്കുന്ന സാധനമാണ് നമ്മൾ മയോകാർഡിയൽ കണ്ടീഷൻസ് ആയി ചിന്തിക്കുന്നത്. നാലാമത്തേത് ഡിസ്ട്രിബ്യൂട്ടീവ്. ഡിസ്ട്രിബ്യൂട്ടീവിന്റെ കോമണസ്റ്റ് is neurogenic shock. What is the difference between neurogenic shock and spinal shock? What is the difference between neurogenic shock and spinal shock? Neurogenic shock and spinal shock. Difference ഞാൻ പറയാം. Spinal shock is about flaccid paralysis. Spinal shock എന്നുള്ള വാക്കിന്റെ അർത്ഥം is paralysis. Spinal shock is paralysis. നമ്മൾ ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ spastic paralysis at the level and flaccid paralysis beyond that level. അതാണ് spinal shock. Whereas neurogenic shock എന്ന് പറയുന്നതിന്റെ അർത്ഥം is there is hypotension, there is vasodilatation. Vasodilatation which produces hypotension ആണ് നമ്മൾ ന്യൂറോജനിക് ഷോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂറോജനിക് ഷോക്ക് ഇസ് അബൌട്ട് ബ്ലഡ് വെസൽ, വേറെ സ്പൈനൽ ഷോക്ക് ഇസ് അബൌട്ട് പാരലിസിസ്. അപ്പൊ ഇത് രണ്ടൊരു വലിയ ഡിഫറൻസ്. ഇനി എന്താണ് ന്യൂറോജനിക് ഷോക്കിൽ സംഭവിക്കുന്നത്? ന്യൂറോജനിക് ഷോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ്, മറ്റേ സെർവൈക്കൽ കഴിഞ്ഞ് താഴത്തേക്ക് വരുന്ന thoracic lumbar റീജിയനിൽ നമ്മുടെ സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ ട്രാക്സ് ഉണ്ട് പുറത്ത്. മറ്റേ നമ്മൾ പണ്ടത്തെ അനാറ്റമി ഓർക്കുവാണെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ഡിസെക്ഷൻ കഴിഞ്ഞ് നമ്മൾ ലങ്ങിനെ മാറ്റി കഴിയുമ്പോൾ നമ്മുടെ നടുക്കുള്ള സ്പൈനൽ കോഡിന്റെ രണ്ട് സൈഡിലും സിമ്പത്തറ്റിക് ട്രാക്ട് മുകളിലേക്ക് പോകണം നമ്മൾ കാണാറുണ്ട്. ആ സിമ്പത്തറ്റിക് ട്രാക്ട് കട്ട് ആവുകയാണെങ്കിൽ ആ സിമ്പത്തറ്റിക് ട്രാക്ട് ഇസ് പ്രൊഡ്യൂസിങ് വാസോ കൺസ്ട്രിക്ഷൻ, അല്ലെങ്കിൽ സിമ്പത്തറ്റിക് ട്രാക്ട് ഇസ് വാട്ട് പ്രൊഡ്യൂസർ ടോൺ ടു ദ ബ്ലഡ് വെസൽ. ആ ടോൺ പോകുകയും അത് വാസോ ഡയലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വാസോ ഡയലേറ്റ് ചെയ്താൽ ഇറ്റ് ഇസ് ബിക്കംസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്ക് ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഹൈപ്പർടെൻഷൻ. So all this four type of shock is possible in trauma. Hemorrhagic shock, that is internal or external hemorrhage. Neurogenic shock, that is because of sympathetic outflow tract sympathetic tract injury. Then the third one is about cardiogenic shock, and fourth one is about obstructive shock. ഈ നാലെണ്ണമാണ് എപ്പോഴും ഷോക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ക്ലിനിക്കലി നമ്മൾ ലുക്ക് എക്സ്റ്റേണലി പറയുന്നു, നെക്ക് ഫ്ലാറ്റ് ആണോ ഡിസ്റ്റൻഡ് ആണോ എന്ന് പറയുന്നു. നമ്മൾ കോസസ് ലൈക്ക് ഇൻ ചെസ്റ്റിൽ ഉണ്ടാവാം, ഹീമോതൊറാക്സ്, അബ്ഡോമിനിൽ ഉണ്ടാകാം, പെൽവിസിൽ ഉണ്ടാവാം. ഇതെല്ലാം നോക്കണം. അപ്പൊ അൾട്രാസൗണ്ട് ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ആൻഡ് ഫാസ്റ്റ് നമുക്ക് ചെയ്യാം. പിന്നെ ലോങ് ബോൺ അല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യാം. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ഹാവ് ഫാസ്റ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. അപ്പം സംതിങ് അബൌട്ട് ലോങ് ബോൺ ആൻഡ് ഫാസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇഫ് യു വാണ്ട് എ ട്രെയിനിങ്, പ്രാക്ടിക്കൽ ട്രെയിനിങ്, just let me know. We can do a workshop if you need it about how to do ultrasound and things like that. That's a separate thing altogether. So long bones നമ്മൾ എപ്പോഴും നോക്കണം. So this is about basic assessment of circulation. ഇനി ഇവിടുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പെനട്രേറ്റിംഗ് ഇഞ്ചുറീസ് ആകാം. ഇങ്ങനെ പെനട്രേറ്റിംഗ് ഇഞ്ചുറി ഉണ്ടെങ്കിൽ നാച്ചുറലി അത് നേരെ പോയി ഇപ്പൊ ഈ ഒരു ഇഞ്ചുറി നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എവിടേക്കായിരിക്കും ഇഞ്ചുറി സസ്പെക്ട് ചെയ്യേണ്ടത്? ഞാൻ ആദ്യം പറഞ്ഞ സാധനം മെക്കാനിക്കൽ ഇഞ്ചുറി. ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്നു, വാട്ട് ആർ ദ ഇഞ്ചുറീസ് ദാറ്റ് യു ആർ ഗോയിങ് ടു സസ്പെക്ട്? Injury to the spleen. Splenic injury, okay. Lung injury, long vessels. Kerala. Lung injury. Lung injury less likely കാരണം ഇത് ഓൾമോസ്റ്റ് ഒരു 8, 9, 10 റിബിന്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇഞ്ചുറി ഇച്ചിരി ലെസ് ലൈക്ലി കാരണം ലങ്ങിന്റെ മോസ്റ്റ്ലി ലങ്ങിന്റെ അപ്പർ ഏരിയ കുറച്ച് അപ്പുറത്തേക്ക് വരാം. Injury to the heart. ഇഞ്ചുറി ടു ഹാർട്ട് അഗൈൻ ഡിപ്പെൻഡിങ് ഓൺ അനാറ്റമിക്കൽ മാർക്കിംഗ് നോക്കണം. ഹാർട്ടും എനിക്ക് തോന്നുന്നത് ഇതിന് തൊട്ട് മുകളിൽ പോകാൻ സാധ്യതയുള്ളൂ. കിഡ്നി ഇഞ്ചുറി, കിഡ്നി ഇഞ്ചുറി, സ്പ്ലീൻ, അയോട്ട, ലിവർ, പാൻക്രിയാസ്, ഇത്ര സാധനം എന്തായാലും ചിന്തിച്ചിരിക്കണം. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഡെഡ്ലിയാണ് അയോട്ടിക് ഇഞ്ചുറി. ട്രോമാറ്റിക് അയോട്ടിക് ഇഞ്ചുറി എസ്പെഷ്യലി ഇങ്ങനത്തെ ഷാർപ്പ് ഇഞ്ചുറി ആണെങ്കിൽ സർവൈവൽ ചാൻസസ് വെരി വെരി ലെസ്.
കാരണം നമ്മളിത് പുൾ ഔട്ട് ചെയ്യുമ്പോൾ തന്നെ പേഷ്യൻ്റ് ഹൈപ്പർടെൻഷൻ പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കേസ് ഓപ്പൺ അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ CT എടുക്കാൻ പറയണത്. CT ആർട്ടിഫാക്ട്സ് ഉണ്ടാവും, ശ്രദ്ധിക്കണം. നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ പാത്ത് അറിഞ്ഞിരിക്കണം, അയോട്ട തൊട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞിരിക്കണം. അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. സോ ഞാൻ മെക്കാനിക്സ് ഓഫ് ഇഞ്ചുറിയുടെ കാര്യത്തിൽ ഇതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അനാറ്റമി ഓർത്തിരിക്കണം, സർഫസ് മാർക്കിംഗ് പണ്ട് നമ്മൾ പഠിച്ചതൊക്കെ ഓർത്തിരിക്കണം. എവിടേക്കാണ് ഇഞ്ചുറി സസ്പീഷ്യസ് നമ്മൾ ചിന്തിച്ചെടുക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ അടുത്തൊരു മാനേജ്മെന്റിലേക്ക് പോകാൻ. സോ ദിസ് അബൌട്ട് പെനട്രേറ്റിംഗ് ഇഞ്ചുറീസ് ടു ദ അബ്ഡോമൻ. സോ ഞാൻ ഇത് ഓൾറെഡി സംസാരിച്ചു. ഹൈപ്പോളമിക് ഷോക്ക്, ഹെമറാജിക് ഇന്റേണൽ എക്സ്റ്റേണലും, ഒബ്സ്ട്രക്റ്റീവ് ഷോക്ക് ദാറ്റ് ഇസ് ടെൻഷൻ ഹ്യൂമറൈസ് ആൻഡ് കാർഡിയക് ടാമ്പണിംഗ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഷോക്ക് ദാറ്റ് ഇസ് ന്യൂറോജനിക് ആൻഡ് കാർഡിയോജനിക് ദാറ്റ് ഇസ് ഡയറക്റ്റ് കാർഡിയക് ഇഞ്ചുറീസ്. സോ ഇത്രയും കാര്യങ്ങൾ ചെസ്റ്റ് നോക്കണം, അബ്ഡോമൻ നോക്കണം, പെൽവിസ് നോക്കണം, റെട്രോപെരിറ്റോണിയം നോക്കണം, മസിൽ കമ്പാർട്ട്മെന്റ്സ് നോക്കണം, മാക്സിലോഫേഷ്യൽ നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലിനിക്കലി എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. സോ ലുക്ക് ഓൺ ദ ഫ്ലോർ ആൻഡ് ഓൾ ദ അതർ ഏരിയ. ഇത്രയും ഏരിയകളിൽ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ഇത്രയും വരാറുണ്ട്. സോ ഇതിനകത്ത് ഒരു പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ കൺസെപ്റ്റ് വന്നേക്കണം, സ്കാൽപ്പ് ഇഞ്ചുറീസ്. ഈ സ്കാൽപ്പ് ലാസറേഷൻസ് ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? Will scalp lacerations produce hypotension? Unattended scalp injury can cause hypotension. Elderly patients. Why? Because of that layer. Elderly scalp injury and hypotension varum. Why? Retraction of the wound won't happen. Scalp Antiplatelets. Okay. You're somewhat right. നമ്മൾ പഠിച്ച സ്കാൽപ്പിന് 5 ലേയേഴ്സ്, SC, LP, 5 ലെയർ. അതിനകത്തൊരു ലെയർ ആണ് അപ്പോന്യൂറോട്ടിക് ലെയർ. പ്രശ്നം എന്താ വെച്ചാൽ ഈ ഇഞ്ചുറി വരുമ്പോൾ എൽഡർലി ആകുമ്പോൾ ഈ സാധനം ടൈറ്റ് അല്ല, ലൂസ് ആവും. ഈ ലൂസ് ആകുമ്പോൾ ഈ അപ്പോന്യൂറോട്ടിക് ലെയറിലേക്കും ഒക്കെ ബ്ലഡ് ലൂസൺ ചെയ്ത് അങ്ങോട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്യും. നമ്മൾ ചിലപ്പോൾ പുറത്ത് മര്യാദ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ സ്കാൽപ്പ് ഇഞ്ചുറി വരുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ ചെയ്യണ വരുമ്പോൾ സൈഡിൽ നിന്ന് സ്ക്യൂസ് ഔട്ട് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം ക്ലോട്ടുകൾ അവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവും, ഇല്ലെങ്കിൽ ആ ഹീലിംഗ് കൊള്ളാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെ ഒത്തിരി ബ്ലഡ് അതിന്റെ അകത്ത്, പുറത്തേക്ക് അധികം ഇല്ലെങ്കിൽ അകത്ത് തന്നെ ഒത്തിരി ഉണ്ടാവും. അത് ഹൈപ്പോടെൻഷൻ ചിലപ്പോൾ എൽഡേഴ്സിലുണ്ടാവും. അതുകൊണ്ടാണ് സ്കാൽപ്പ് ഫ്യൂച്ചർ ചെയ്യുമ്പോൾ ഡീപ് ബൈറ്റ്സ് എടുക്കണം എന്ന് പറയണം. സ്കാൽപ്പ് ഒരിക്കലും 230 വെച്ച് ഫ്യൂച്ചർ ചെയ്യരുത്. എസ്പെഷ്യലി പീഡിയാട്രിക് കുഴപ്പമില്ല, അഡൽട്ടുകൾക്ക് എപ്പോഴും ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു യൂസ് 20 ഫോർ സ്കാൽപ്പ്. കാരണം ഇറ്റ് ഷുഡ് ബി എ ഡീപ് ബൈറ്റ് വിച്ച് ഗോ അപ് ടു കവറിങ് ഓൾ ദ ലെയേഴ്സ്. പെരിയോസ്റ്റത്തിന് അവിടെ വരെ എത്തിയിട്ട് പെരിയോസ്റ്റം എടുക്കരുത്, പെരിയോസ്റ്റം വരെ എടുത്തിട്ട് വേണം അപ്പുറത്തേക്ക് ബൈറ്റ് എടുക്കാൻ. കാരണം അതും ഇൻറപ്റ്റഡ് സ്യൂച്ചേഴ്സ് ആണ്, ഇന്ന സ്യൂച്ചർ ഇടരുത്. കാരണം എന്തെങ്കിലും ബ്ലഡ് ലോസ് പുറത്തുണ്ടെങ്കിൽ അത് അതിനിടയിൽ കൂടെ പുറത്തേക്ക് പോകണം. അപ്പൊ സ്കാൽപ്പ് എപ്പോഴും ക്യാൻ പ്രൊഡ്യൂസ്, എൽഡർലി ക്യാൻ പ്രൊഡ്യൂസ്, അതുകൂടെ ഓർത്തോളണം. ദെൻ ഹൗ ഡു എക്സ്റ്റെൻഡ്? ഞാൻ പറഞ്ഞ BP മാനേജ്മെന്റ്. ആ BP മാനേജ്മെന്റ് നമ്മൾ എപ്പോഴും മനസ്സ് പോകാറുള്ളത് ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ ഷോക്ക് എന്ന് പറയണത് BP പറയണം. ഷോക്ക് ഹൈപ്പോടെൻഷൻ ഉണ്ടാവണം ഷോക്കിന്? ഷോക്കിൽ ഹൈപ്പോടെൻഷൻ ഉണ്ടാകണമോ? സോ ഷോക്കിൽ ശരിക്കും ഹൈപ്പോടെൻഷൻ വേണ്ട. കാരണം ക്ലാസ് 1 ഷോക്കിൽ ടക്കിക്കാർഡിയ മാത്രമേ ഉള്ളൂ, ഹൈപ്പോടെൻഷൻ ഇല്ല. സോ ആദ്യത്തെ കാര്യം മനസ്സിലാവേണ്ട 20 to 30% ബ്ലഡ് ലോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ BP ഡ്രോപ്പ് ചെയ്യാൻ പോണത്. അപ്പൊ BP ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് ഹൈപ്പോടെൻഷൻ ഉണ്ടാവുള്ളൂ. സോ ഷോക്കിന്റെ ആദ്യത്തെ പാർട്ട് സൊള്ളി ടക്കിക്കാർഡിയ, അതാണ് എപ്പോഴും ഓർക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒപ്പം നമ്മൾ ട്രെൻഡാണ് നോക്കേണ്ടത്. ടക്കിക്കാർഡിയ കൂടുന്നുണ്ടോ, ഡയസ്റ്റോളിക് BP താഴെ പോകുന്നുണ്ടോ, സിസ്റ്റോളിക് BP ഡ്രോപ്പ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ട്രെൻഡാണ്. എസ്പെഷ്യലി പൾസ് പ്രഷർ, അതും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇതിന്റെ ഒപ്പം കോംപ്ലിക്കേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് പേഷ്യന്റ് ഏജ്, എന്തെങ്കിലും കോമോബിഡീസ് ഉണ്ടാവും, മെഡിക്കേഷൻസ് കഴിക്കുന്നുണ്ടോ, പ്രഗ്നൻസി, പ്രീ എക്സിസ്റ്റിംഗ്, ഇതെല്ലാം ഇസ് കോംപ്ലിക്കേറ്റിംഗ് ഫാക്ടർ. ആൻഡ് ദിസ് ഇസ് ദ ബേസിക്കലി ക്ലാസ് ഓഫ് ഷോക്ക്. ക്ലാസ് 1, 2, 3, 4, 15 to 30% ലോസ്, 30 to 40% ലോസ്, മോർ ദാൻ 40%. ഇത് ആകെ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. ക്ലാസ് 1 ഷോക്കിൽ ഹാർട്ട് റേറ്റ് മാത്രം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലാണ്ട് വേറെ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ക്ലാസ് 2 ചെറിയൊരു ടക്കിക്കാർഡിയ ഉണ്ടാവുന്നത്, പിന്നെ പൾസ് പ്രഷർ ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും, അവിടെയും ഹൈപ്പോടെൻഷൻ ഉണ്ടാവില്ല. ക്ലാസ് 3 തൊട്ടാണ് നോർമലി ഹൈപ്പോടെൻഷൻ ഉണ്ടാവുന്നത്. ഇത് എപ്പോഴും മനസ്സിൽ വേണം. ഹൈപ്പോടെൻഷൻ ഉണ്ടെങ്കിൽ 30% ബ്ലഡ് ലോസ് ഉണ്ടായി എന്നുള്ള അർത്ഥം. അപ്പോഴേ ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യണതിനൊപ്പം ബ്ലഡും ചിന്തിച്ചിരിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു ഹാവ് ഹൈപ്പോടെൻഷൻ ഇൻ ട്രോമ and if you have ascertained that it is because of hemorrhagic, then blood should be the primary choice. Don't hydrate too much. And hypertension ഉണ്ടെങ്കിൽ that means that blood loss is more than 30%. അത് എപ്പോഴും ഓർത്തോളണം.
അപ്പം പലപ്പോഴും നമ്മുടെ ഈ വൈറ്റൽസ് ഇസ് എ ബിഗ് ഹേർഡിൽ ഇൻ ട്രോമ മാനേജ്മെന്റ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അധികം ഇത് വരില്ല. അത് ഓരോ മൈൽഡ് മോഡറേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ മാത്രം ആലോചിക്കുക. ക്ലാസ് 1, 2, 3 ആലോചിക്കുക. ഇതും അനദർ കൺസെപ്റ്റ്, മൈൽഡ് മോഡറേറ്റ് സിവിയർ അല്ലെ മൈൽഡ്. ദെൻ ദർ ഇസ് എ കൺസെപ്റ്റ് ഓഫ് ബാലൻസ് റീസസിറ്റേഷൻ. നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഹൗ ഡു യു മാനേജ് ഷോക്ക് is putting 2 large bore cannula, that is 16 or 18, and hydrate. Appa hydrate ചെയ്യുന്നതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ too much hydration is produce too much dilution of water, dilution of blood, and will lead to dilutional coagulopathy. So too much hydration dilution coagulopathyയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് DIC-ലേക്ക് പോവുകയും പേഷ്യന്റ് കുളമാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ എന്ന് വെച്ചാൽ 500 തൊട്ട് 1 ലിറ്റർ അല്ലെങ്കിൽ മാക്സിമം 1 ലിറ്റർ ഫ്ലൂയിഡേ കൊടുക്കാൻ പാടുള്ളൂ. ഓവർ ഹൈഡ്രേറ്റ് ചെയ്യരുത്. ഓവർ ഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 30% ബ്ലഡ് ലോസ് എന്ന് വെച്ചാൽ 5 ലിറ്റർ ബ്ലഡിൽ നമ്മൾ 30% ലോസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി 1.5 ലിറ്റർ ടു 2 ലിറ്ററിന്റെ ലോസ് ഉണ്ടായി കഴിഞ്ഞു. അപ്പൊ ബേസിക്കലി ബാക്കി ബ്ലഡ് വോളിയം ആകെ 3 ലിറ്റർ ഉള്ളൂ. ഈ 3 ലിറ്ററിനടുത്ത് ഞാൻ 1 ലിറ്റർ വെള്ളവും കൂടെ ചേർത്താൽ അത് ഡൈല്യൂട്ടഡ് ആയി. അവിടെ ഡൈല്യൂഷൻ കോയാഗുലോപ്പതി പോവും. അത് ഞാൻ കൂടുതലായി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഡൈല്യൂഷൻ കോയാഗുലോപ്പതി പോയി DIC-ലേക്ക് പോകും. അവിടെയാണ് there is a concept called balanced resuscitation. ടു മച്ച് ഹൈഡ്രേഷൻ അല്ല ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഏർലി ബ്ലഡ് പ്രൊഡക്ട്സ് കൊടുക്കുന്ന കാര്യം ചിന്തിക്കണം. ഫ്ലൂയിഡ് കൺട്രോൾ ചെയ്ത് കൊടുത്തിരിക്കണം. പിന്നെ ട്രാൻസമിക് ആസിഡ് ബ്ലഡ് ലോസിനെ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ ഉള്ള സഹായം കൂടെ ചെയ്യും. ഇപ്പോൾ 1 gram ഓഫ് ട്രാൻസമിക് ആസിഡ് ഇൻ 100 ml NS നമ്മൾ ഓവർ 15 to 20 minutes നമ്മൾ കൊടുക്കുക. സോ ഇറ്റ് ഷുഡ് ഓൾസോ ഹെൽപ്പ് ഇൻ കൺട്രോളിംഗ് ഓഫ് ബ്ലീഡിങ്. സോ ബാലൻസ് റീസസിറ്റേഷൻ ഇസ് എ ന്യൂവർ കൺസെപ്റ്റ്. ന്യൂവർ അല്ല, പക്ഷേ ഇസ് എ കൺസെപ്റ്റ്. അതിന്റെ ഒപ്പം വരുന്നതാണ് ഈ ബാലൻസ് റീസസിറ്റേഷൻ. ഇത്രേ ഉള്ളൂ. ബ്ലഡും ഫ്ലൂയിഡും കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഓവർ ഹൈഡ്രേറ്റ് ചെയ്യരുത്. BP മെയിൻറ്റെയിൻ ചെയ്യുക. ഇവിടെയും ബാലൻസ് റീസസിറ്റേഷനിൽ അടുത്ത കൺസെപ്റ്റ് എന്ന് വെച്ചാൽ യുവർ ടാർഗറ്റ് ഇസ് നോട്ട് 120 സിസ്റ്റോളിക് ഓർ 110 സിസ്റ്റോളിക്. യുവർ ടാർഗറ്റ് ഇസ് ഓൺലി 90 സിസ്റ്റോളിക്. ട്രോമ പേഷ്യന്റ് വിത്തൗട്ട് എ ഹെഡ് ട്രോമ ആണെങ്കിൽ യുവർ ടാർഗറ്റ് ഇസ് ഓൺലി 80 to 90 സിസ്റ്റോളി. നമ്മൾ 100 പോലും ടാർഗറ്റ് ചെയ്യുന്നില്ല. ഓവർ ഹൈഡ്രേറ്റ് ചെയ്ത് ബ്ലഡ് BP കൂട്ടാൻ നോക്കണ്ട. ആ സമയത്ത് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടെങ്കിൽ യു ആർ ടാർഗറ്റിംഗ് 90 to 100 സിസ്റ്റോളിക് എന്ന് വെച്ചാൽ അത് എന്തുകൊണ്ട് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറിയിൽ BP ഇത്തിരി കൂടുതൽ വെക്കണം എന്നുള്ളത് ഞാൻ ഡീ പാർട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. So systolic BP is normally maintained between 80 to 90 in hemorrhagic shock. If head injury is there, then you target 90 to 100. ഇത് നമ്മൾ 1 ലിറ്റർ ടു 1.5 ലിറ്റർ ബ്ലഡ് കൊടുക്കും. അതിൽ 1 ലിറ്റർ ആണ് ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ. 2ലേക്ക് അധികം കൊടുക്കാറില്ല. പീഡിയാട്രിക് ആണെങ്കിൽ 20 ml/kg കൊടുക്കും. ഇത് കൊടുക്കുമ്പോൾ ഓവർ ഹൈഡ്രേറ്റ് ആകരുത്. ബ്ലഡ് പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം ചിന്തിച്ചേക്കണം. സോ ദിസ് ഇസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് ബാലൻസ് റീസസിറ്റേഷൻ. ആൻഡ് എപ്പോഴും ഷോക്ക് മാനേജ്മെന്റ് ചിന്തിക്കേണ്ടത് റാപ്പിഡ് റെസ്പോണ്ടേഴ്സ് ഉണ്ട്, ട്രാൻസിയന്റ് റെസ്പോണ്ടേഴ്സ് ഉണ്ട്, നോ റെസ്പോണ്ടേഴ്സ് അല്ലെങ്കിൽ മിനിമൽ റെസ്പോണ്ടേഴ്സ് ഉണ്ട്. റാപ്പിഡ് റെസ്പോണ്ടേഴ്സ് വെച്ചാൽ ഞാൻ ഒരു ബ്ലഡ് കൊടുത്തു അപ്പൊ തന്നെ BP കയറി. അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഫ്ലൂയിഡ് കൊടുത്തു അപ്പൊ തന്നെ BP കൂടും. അതിന്റെ അർത്ഥം വെച്ചാൽ ഒരു ബ്ലഡ് ലോസ് ഉണ്ടായി, അത് കൺട്രോൾഡ് ആയി, അധികം കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ ഫ്ലൂയിഡ് കൊടുക്കുമ്പോൾ തന്നെ നോർമലായി, വേറെ ബ്ലഡ് ലോസ് ഇല്ല. ട്രാൻസിയന്റ് റെസ്പോണ്ടർ എന്ന് വെച്ചാൽ ഞാൻ കൊടുത്തു, ഒന്ന് പിക്ക് ചെയ്തു, പക്ഷെ അതിന് പിന്നെയും BP ഡ്രോപ്പ് ചെയ്തു. അതിന്റെ റീസൺ തരുന്ന ഓൺഗോയിങ് ബ്ലീഡിംഗ് അർത്ഥം. നോ റെസ്പോൺസ് വെച്ചാൽ മാസീവ് ബ്ലീഡിംഗ് ഓൾറെഡി ഉണ്ടായി, അവിടെ ഞാൻ ബ്ലഡോ ഫ്ലൂയിഡോ കൊടുത്തിട്ട് ഒന്നും പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതാണ് നോൺ റെസ്പോണ്ടർ. സോ റെസ്പോണ്ടേഴ്സ് ആർ ഡിവൈഡഡ് ഇൻടു റാപ്പിഡ് റെസ്പോണ്ടേഴ്സ്, ട്രാൻസിയന്റ് റെസ്പോണ്ടേഴ്സ് ആൻഡ് നോ റെസ്പോണ്ടേഴ്സ്. അതും ഓർത്തിരിക്കണം. ആൻഡ് നോട്ട് ഓൾ ഫ്ലൂയിഡ്സ് ആർ ഈക്വലി ക്രിയേറ്റഡ്. നമുക്ക് ക്രിസ്റ്റലോയിഡ്സ് ഉണ്ട്, ബാലൻസ് ഫ്ലൂയിഡ്സ് ഉണ്ട്, ഹോൾ ബ്ലഡ് ഉണ്ട്. ഇതിന്റെ അകത്ത് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ സാധനത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ ട്രോമയില്. അപ്പൊ ഞാൻ കുറെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിന് ഹീമോഗ്ലോബിൻ ഇല്ല, അതിന് ഓക്സിജൻ ക്യാരി ചെയ്യാൻ പറ്റില്ല, അതിൽ കോയാഗുലേഷൻ ഫാക്ടേഴ്സ് ഇല്ല. അതുകൊണ്ടാണ് ഈ ഡൈലൂഷൻ കോയാഗുലോപ്പതി പോകുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ബ്ലഡ് എന്ന് പറയുന്ന സാധനം ഹോൾ ബ്ലഡ് ആണെങ്കിൽ അത്രയും നല്ലത്. ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്, കോയാഗുലേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്, വോളിയം എക്സ്പാൻഷൻ ഉണ്ട്, കോയാഗുലോപ്പതി റിസ്ക് കുറവാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഹോൾ ബ്ലഡ് ചിന്തിക്കാൻ പറയണത്. ക്രിസ്റ്റലോയിഡോ ബാലൻസ് ഫ്ലൂയിഡോ നമ്മൾ ബാലൻസ് ഫ്ലൂയിഡിലേക്കാണ് ഇപ്പൊ കൂടുതൽ ചിന്തിച്ചു പോണത്. നമ്മൾ മറ്റേ ക്രിസ്റ്റലോയിഡ്സും പതുക്കെ റെക്കമെൻഡേഷൻ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സോ യു ഗോ ഫോർ ബാലൻസ് റീസസിറ്റേഷൻ. ആൻഡ് അതിന്റെ അകത്ത് ബാലൻസ് റീസസിറ്റേഷനിലും പറയുന്ന ഒരു കാര്യം ആണ് മാസീവ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ആൻഡ് ആ മാസീവ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോളിലുള്ളതാണ് 1:1:1, ചില സമയത്ത് 1:1:2 എന്നും പറയാറുണ്ട്. ദാറ്റ് ഇസ് ബേസിക്കലി FFP, പ്ലേറ്റ്ലെറ്റ്, PRBC എന്ന് വെച്ചാൽ ബ്ലഡ് എന്ന് പറയുന്ന സാധനത്തിന്റെ അകത്ത് ഹീമോഗ്ലോബിൻ മാത്രമല്ല, ഈ ബ്ലഡിന്റെ അകത്ത് കോയാഗുലേഷൻ ഫാക്ടേഴ്സും കൂടെ വരും. ഈ കോയാഗുലേഷൻ ഫാക്ടേഴ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രിവെന്റിങ് കോയാഗുലോപ്പതി. അപ്പൊ ബ്ലഡ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല.
ബ്ലഡിന്റെ ഒപ്പം പ്ലേറ്റ്ലെറ്റ് PRBC മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. അതിനൊപ്പം ഞാൻ PRBCയും കൊടുക്കണം, ഒപ്പം തന്നെ FFPയും കൊടുക്കണം, പ്ലേറ്റ്ലെറ്റും കൊടുക്കും. ഇത് മൂന്നും കൂടെ കൊടുത്താലേ ഇറ്റ് ഇസ് സംവാട്ട് ഇക്വലന്റ് ടു ഹോൾ ബ്ലഡ്. ഹോൾ ബ്ലഡ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഹോൾ ബ്ലഡ് ഇല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗിവൺ ഇൻ 1:1:1. 1 platelet into 1 PRBC into 1 platelet, 1 FFP ഇതാ കൊടുക്കേണ്ടത്. അപ്പൊ ഇത് കൊടുക്കുമ്പോഴാണ്, ഇത് ഏർലി റീസസ്റ്റേഷൻ ആണെങ്കിൽ അത് മോർട്ടാലിറ്റി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത് മര്യാദയ്ക്ക് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഈവൻ വി ഹാവ് ടു തിങ്ക് അബൌട്ട് INR മുകളിലാണെങ്കിൽ FFP കൊടുക്കാറുണ്ട്, കാൽഷ്യം കുറവാണെങ്കിൽ കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് കൊടുക്കും, പ്ലേറ്റ്ലെറ്റ് കുറവാണെങ്കിൽ പ്ലേറ്റ്ലെറ്റിനെ കുറിച്ച് കൊടുക്കണം. ഇനി ഇതും കഴിഞ്ഞില്ലെങ്കിൽ, നടന്നില്ലെങ്കിൽ റീകോമ്പിനന്റ് ഫാക്ടേഴ്സ് കൊടുക്കണം, ക്രയോ കൊടുക്കണം, ട്രാൻസ്അമിക് ആസിഡ് കൊടുക്കണം. So these are all higher management. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ സർക്കുലേഷൻ ഇസ് വൺ ഫാക്ടർ, ലോട്ട്സ് ഓഫ് ചേഞ്ചസ് ദാറ്റ് ഇസ് ഹാപ്പനിങ്. അപ്പൊ നിങ്ങൾക്ക് ബേസിക് നിങ്ങൾ ഓർത്താൽ മതി, എന്താ ടൈപ്പ് ഓഫ് ഷോക്ക് എന്ന് കണ്ടുപിടിക്കണം, ആ ടൈപ്പിനെ മാനേജ് ചെയ്യണം. അത് ഹെമറാജിക് ആണെങ്കിൽ അത് BP കൂടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് റീസസ്റ്റേഷൻ അപ്പം ബ്ലഡും കൂടെ ചിന്തിച്ചിരിക്കണം. ആ ബ്ലഡ് ഹോൾ ബ്ലഡ് ആകാം, ഹോൾ ബ്ലഡ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കൊടുക്കണം 1:1:1 കൊടുക്കണം, പ്ലേറ്റ്ലെറ്റ്, PRBC, FFP. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. ട്രാൻസ്അമിക് ആസിഡിനെ കുറിച്ചും നമ്മൾ ചിന്തിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇൻ നട്ട്ഷെൽ സർക്കുലേഷൻ മാനേജ്മെന്റിനെ കുറിച്ച് ചിന്തിക്കാൻ. ദിസ് വൺ മോർ സ്റ്റെപ്പ് അബോ സംതിങ് കോൾഡ് ടെക് ഗൈഡഡ് ടെക് അല്ലെങ്കിൽ റോട്ടം ഗൈഡഡ് റീസസ്റ്റേഷൻ ആണ്. ടെക് ഇസ് വൺ മെത്തഡ് വേർ എന്ത് ഫാക്ടറാണ് ബ്ലഡിലെ ലോസ് ഉണ്ടായിരിക്കുന്നത് കണ്ടുപിടിക്കുന്ന സാധനമാണ് ടെക്. ആ ടെക് റിലേറ്റഡ് മാനേജ്മെന്റ് ഓഫ് ട്രോമയും കൂടെ വരാറുണ്ട്. സോ ഇത്ര 5 HS ഇൻ ട്രോമ മാനേജ്മെന്റ് ഓർക്കേണ്ടത്. 5 HS ഇൻ സർക്കുലേഷൻ മാനേജ്മെന്റ് ട്രോമ. ഹെമറേജ് മാനേജ്മെന്റിനെ കുറിച്ച് ചിന്തിക്കണം, ഹെമറേജ് കൺട്രോളിനെ കുറിച്ച് ചിന്തിച്ചിരിക്കണം. Hypotension resuscitation. Hypotension can be because of 4 types of shocks. That can be hemorrhagic, that can be external or internal hemorrhage. It can be obstructive, that is cardiac tamponade or tension pneumothorax, or it can be a distributive shock, that is because of neurogenic, that is spinal cord injuries. Then the last thing is about cardiogenic, which is direct myocardial condition. These 4 ഏതാണ് കണ്ടുപിടിക്കണം, അതിന്റെ സ്പെസിഫിക് മാനേജ്മെന്റ് കൊടുക്കുന്നത്. പിന്നെ ഹീമോസ്റ്റാറ്റിക് റീസസ്റ്റേഷൻ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് റിലേറ്റഡ് ബാലൻസ് റീസസ്റ്റേഷൻ വിത്ത് മാസീവ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ, ഹീമോസ്റ്റാസിസ് ബ്ലീഡിംഗ് കൺട്രോൾ കുറിച്ച് ചിന്തിക്കണം. ഈ ബ്ലഡ് ലോസ് ഉണ്ടാകുമ്പോൾ അടുത്ത എന്താണ് സാധനം, ഹൈപ്പോതെർമി, അതും പ്രിവെന്റ് ചെയ്തു. സോ ഈ 5 HS ഷുഡ് ഓൾവേസ് ബി തോട്ട് അബൌട്ട് ഇൻ ട്രോമ മാനേജ്മെന്റ്. സോ സർക്കുലേഷനിൽ ഇൻ നട്ട്ഷെൽ ഇതാണ്. ലാർജ് ബോർ കാനുള്ള 14 അല്ലെങ്കിൽ 16 അല്ലെങ്കിൽ 18, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഷോക്ക്, സ്റ്റാർട്ട് ഓൺ ഫ്ലൂയിഡ്, സ്റ്റാർട്ട് ഓൺ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്, ഐനോട്രോപ്സ് അല്ലെങ്കിൽ വാസോപ്രസോസിൽ ലിമിറ്റഡ് റോളാണ്, പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് കൊടുക്കേണ്ടി വരാറുണ്ട് ചില സമയങ്ങളിൽ. സോ ദിസ് ഇസ് അബൌട്ട് ബേസിക് അബൌട്ട് സർക്കുലേഷൻ മാനേജ്മെന്റ്. ഐ തിങ്ക് ദ ടൈം ഇസ് 9:30. സോ ഐ തിങ്ക് വൺ മോർ സെഷൻ വേണ്ടി വരും തോന്നുന്നു. Because if there is any doubts at this point, I can clear it. If there is any clarification also, I can clear it at this point. പാർട്ടിസിപ്പൻസിന് അൺമ്യൂട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. വണ്ടർഫുൾ ക്ലാസ് ആയിരുന്നു. നമ്മുടെ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു സെറ്റപ്പിലൊക്കെ പ്രത്യേകിച്ച് നൈറ്റിലൊക്കെ ഒരു ഈവനിങ് നൈറ്റ് ഈ ഒരു ടൈമില് ആകെ അവൈലബിൾ ആകുന്ന ഒരു കാര്യം ക്രിസ്റ്റലോയിഡ്സും പിന്നെ ഒരു ട്രാൻസാമിക് ആസിഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു ഷോക്കിലേക്ക് പോകുന്ന ഒരു പേഷ്യന് നമുക്ക് കഴിഞ്ഞാൽ ആകെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് ഈ ക്രിസ്റ്റലോയിഡ്സും ഇതും വെച്ച് മാത്രമല്ലേ ഉള്ളൂ. അല്ല അതാ പറഞ്ഞ, അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് എന്താണ് പേഷ്യന്റ് ഇനീഷ്യലി തന്നെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തിട്ട് ബ്ലീഡിങ് എക്സ്റ്റേണൽ ബ്ലീഡിങ് വല്ലതും ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, അതെപ്പോഴും ഓർത്തിരിക്കണം. പിന്നെ അത് കൂടാണ്ട് ആ പേഷ്യന്റിനെ നമ്മൾ ഫ്ലൂയിഡ് വെച്ച് ആദ്യമേ റീസസ്റ്റേറ്റ് ചെയ്യുക. റീസസ്റ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ ബ്ലഡ് എന്ന് വെച്ചാൽ 30% ബ്ലഡ് ലോസ് ഹൈപ്പോടെൻഷൻ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റ് ബ്ലഡ് വേണ്ടി വരും എന്നുള്ള ചിന്തിക്കുക. ട്രാൻസ്ഫർ ഗ്യാസിന് കൊടുത്തിട്ട് ഏർലി ഷിഫ്റ്റിങ്ങിനെ കുറിച്ചും ചിന്തിക്കുക. ബേസിക് വാല്യൂറ്റ് ചെയ്തിട്ട് എന്നുവെച്ചാൽ നമ്മൾ 30% അല്ലെങ്കിൽ 40% ലോസ് ഉണ്ട്, ബ്ലഡ് കൊടുക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ബ്ലഡ് ഇല്ലെങ്കിൽ നമ്മൾ ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് ഏർലി ചിന്തിച്ചോളാം. സ്റ്റെബിലൈസ് ചെയ്ത ഉടൻ തന്നെ ഷിഫ്റ്റിങ്ങിനെ കുറിച്ചും ചിന്തിക്കുക. ഓക്കെ സർ. I know this is my email ID, this is my phone number. If there is any doubt, anything, feel free to ask or contact because it is about management. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമുക്ക് ക്ലിനിക്കലി ഇത് ചെയ്യാനുണ്ട്. If there is any doubts, anything, feel free to ask at this point also. ഭയങ്കര ട്രോമ ആൻഡ് എക്സ്റ്റെൻസീവ് ടോപ്പിക്. ആക്ച്വലി ഞങ്ങൾ ഡിസ്കഷൻ അനുസരിച്ച് 2 ക്ലാസ് തീർക്കാന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ 2 തീർന്നിട്ടില്ല. അപ്പം പ്രോബ്ലി 1 more session may be needed.
അതിനകത്ത് അത് ഒരു ക്ലാസ്സും കൂടെ വേണ്ടി വരും. അത് ഒരു പ്രശ്നവുമില്ല. എക്സലന്റ് സെഷനാണ് ഇത്. ആൾക്കാര് ലൈവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. താങ്കൾ ഇടുന്ന എഫോർട്ടും ഒരു നോളജ് എക്സ്പീരിയൻസ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ അവർക്കൊരു ചാൻസ് ആണ്. പക്ഷെ ഇത് പങ്കെടുത്ത പാർട്ടിസിപ്പൻസിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് എല്ലാവരും താങ്കൾക്കുള്ള കൺഗ്രാജുലേറ്ററി മെസ്സേജസ് ആണ് ടൈപ്പ് ചെയ്യുന്നത്. എനിക്കൊന്ന് ഡൗട്ടൊക്കെ അന്നേരം തീർത്തു പോയതുകൊണ്ടാണ്. എന്നെ ഇപ്പൊ അവസാനമായപ്പോ എനിക്ക് തോന്നുന്ന ടൈം ആണ്. കുഴപ്പമില്ല, നമുക്കിത് ശരിക്കും ഒരു 4 പാർട്ടായിട്ട് വെച്ചാലും കുഴപ്പമില്ലായിരുന്നു. പങ്കെടുത്തവർക്ക് ഞാൻ പറഞ്ഞില്ലേ, പങ്കെടുത്തവർക്ക് ഒരു നോളജിന്റെ സ്വർണ്ണ ഖനിയാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവും ഇല്ല. എനിക്കൊന്ന് വീഡിയോ ആൾക്കാർ കാണുമായിരിക്കും, പക്ഷെ അവരെ എക്സ്പീരിയൻസ് മിസ്സാവുന്നു. ഇതാണ് എന്റെ സങ്കടം. താങ്ക് യു സർ. ഒരു ഓൺലൈനായിട്ട് ഇത്രയും ആ ഒരു ഓൺലൈനായിട്ട് ഇത്രയും ആ മെസ്സേജും നോളജും കൺവേ ചെയ്യാനായിട്ട് താങ്കൾക്ക് ഒരു സ്കില്ലുണ്ട്, അതില് സംശയമൊന്നും ഇല്ല. ഞങ്ങക്ക് ഞാന് കുറെ കൂടെ പാർട്ടിസിപ്പൻസിനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇതായാലും ഈ ട്രോമ എനിക്ക് തോന്നുന്ന ആൾക്കാര് ഈ കാഷ്വാലിറ്റി എംഒസ് അങ്ങനെയുള്ളവർ മാത്രം അറിഞ്ഞാൽ മതി എന്നൊരു തെറ്റിദ്ധാരണ കാരണമായിരിക്കാം. എനിക്ക് തന്നെ കുറച്ച് അഡ്മിനിസ്ട്രേറ്റേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ ഇത് ഈ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും കാഷ്വാലിറ്റിയുടെ ഫെസിലിറ്റീസും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. ട്രോമ എപ്പോഴും വരും, പക്ഷെ നമ്മുടെ മാനേജ്മെന്റ് ഈ പറഞ്ഞ പോലെ അപ് ടു ആ ലെവലല്ല. കുറെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യാം. ഏതായാലും പാർട്ടിസിപ്പൻസ് അൺമ്യൂട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൾക്കാർ എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് സർ പെനിട്രേറ്റിംഗ് ബാക്കി ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ വല്ലതും കാണുമായിരിക്കും ടോപ്പിക്ക്. ഒന്നുകൂടെ പറഞ്ഞു കേട്ടില്ലായിരുന്നു. പെനിട്രേറ്റിംഗ് ഇഞ്ചറീസ് അടുത്ത ക്ലാസ്സിൽ ടോപ്പിക്സ് കാണുമായിരിക്കും, അതോ പെനിട്രേറ്റിംഗ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത പ്രാവശ്യം പറയാം. നോ പ്രോബ്ലം. ഞാൻ കാരണം എനിക്ക് 9:30 ആയതുകൊണ്ട് ഞാൻ ആ പാട്ടൊന്ന് വേഗം സർക്കുലേഷൻ ഒന്ന് ക്ലോസ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചത്. പെനിട്രേറ്റിംഗ് ഇഞ്ചറീസ് ഇൻ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ അടുത്തത്, കാരണം പെനിട്രേറ്റിംഗ് പല ഏരിയകൾ വരാം. കാരണം ഫ്രം നെക്ക് ഓൺവേർഡ്സ് ടിൽ തൈസ് എവിടെ വേണമെങ്കിലും പെനിട്രേറ്റിംഗ് വന്നാൽ കൊളാവാൻ ചാൻസ് ഉണ്ട്. സോ വി ക്യാൻ ഡിസ്കസ് ദാറ്റ്. നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു. പാർട്ടിസിപ്പൻസ് ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയാമോ? ഡോക്ടർ അജിത്തിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഉണ്ട്. ഞാൻ നമ്മുടെ അക്കാഡമിക് ചാനലിന്റെ ലിങ്ക് ഞാൻ ഇടാം. ഇതിൽ പോയാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ സെഷന്റെയും വീഡിയോസ് കാണാം. അതിൽ ഡോക്ടർ അജിത്തിന്റെ ഫസ്റ്റ് സെഷൻ ഉണ്ട്. അപ്പൊ അടുത്ത സെഷന് നിങ്ങൾ റെഡി ആകുന്നതിന് മുമ്പ് ഫസ്റ്റ് പാർട്ടോടെ കണ്ടിട്ട് വേണം വരാനായിട്ട്. പാർട്ടിസിപ്പൻസ് ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ ഒരു ഇംപ്രഷൻ പറയുവാണെങ്കിൽ നന്നായിരുന്നു. ഹലോ, ഡോക്ടർ രാകേഷ് ഒരു ഒപ്പീനിയൻ പറയുന്നോ? ഹലോ ഡോക്ടർ, നമുക്ക് എന്നാല് വൈൻഡ് അപ്പ് ചെയ്യാം. ആസ് യൂഷ്വൽ ഡോക്ടർ അജിത്ത് എക്സലന്റ് ആയിരുന്നു. അത് ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇത്തവണ ഏതായാലും പാർട്ടിസിപ്പൻസ് കൂടുതൽ ആൾക്കാരോട് പറയുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിനായിട്ട് ഞങ്ങൾ ഈഗർലി വെയിറ്റ് ചെയ്യുന്നു. ഡോക്ടറുടെ ആ ഒരു എനിക്കൊന്ന് സബ്ജക്ട് ഡെലിവറി അത് നമുക്ക് 10 ഔട്ട് ഓഫ് 10 തന്നെയാണ്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ആൾക്കാർക്ക് മനസ്സിലാകാത്തൊരു ഇഷ്യൂ ഇല്ല. ആൾക്കാര് ബോറടിച്ച് നിൽക്കുകയില്ല. പിന്നെ എനിക്ക് തോന്നുന്ന പല കാരണങ്ങളാൽ 9 മണി 9:40 ആകുമ്പോൾ വീട്ടുകാർ പിടിച്ചോണ്ട് പോയതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. കുറച്ച് ഒരു ഫിറ്റായത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് റെക്കോർഡിങ്സ് എല്ലാം പങ്കെടുക്കുക. ആ നോളജിനായിട്ടുള്ള ഹങ്കർ ഉള്ള ആൾക്കാർ റിമെയിൻ ചെയ്തു. അത് തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ ബേസിക്കലി നമ്മളുള്ള ഫീൽഡ് അല്ലെങ്കിൽ പോലും. ഏതായാലും വൺസ് മോർ ഓൺ ബിഹാഫ് ഓഫ് അക്കാഡമിക് സെൽ KGMA ഞാൻ ഡോക്ടർ അജിത്തിന് എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്ത സെഷൻ നമുക്ക് ഡോക്ടറുടെ സമയം അനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഏതായാലും താങ്ക് യു വെരി മച്ച്.
താങ്ക് യു വെരി മച്ച്. യു ആർ എൻ Thank you, എക്സലന്റ് sir. ടീച്ചർ. താങ്ക് യു സർ, താങ്ക് യു KGMO ഓപ്പർച്യൂണിറ്റിക്ക്. ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇത് ട്രോമ മാത്രമല്ല, എന്തെങ്കിലും ലൈറ്റ് എമർജൻസി ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. Good night, all. Thank you.